നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ബിജു. ഞാനാണ് ഇന്ത്യ ഇൻ ദ ഫ്യൂച്ചറിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്. അതൊരു NGO ആണ്. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ് സപ്ലൈ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം. എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ തരത്തിലൊരു ചർച്ച ഈ COVID-19 മഹാമാരിയുടെ സാഹചര്യത്തിലും സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം കേരളത്തിലെ ആനുവൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് 2018 പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കേരള സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം കേരളത്തിലെ പ്രധാനപ്പെട്ട ചില മേഖലകളിൽ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള ഒരാശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇൻ ദ ഫ്യൂച്ചർ, ഡോക്ടർ ബിജു പറഞ്ഞതുപോലെ ബിജു പ്രസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യ ഇൻ ദ ഫ്യൂച്ചറും സബരി എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 20 വർഷത്തോളമായി വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സബരി എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനും ചേർന്നുകൊണ്ട് ഒരു പൊതു ചർച്ചാവേദി ഉണ്ടാക്കണം എന്ന് ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സാഹചര്യം. ഇത് ഒരു സംവാദ വേദി മാത്രമാണ്. ഇവിടെ ഉയരുന്ന അഭിപ്രായങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചിട്ടുള്ള, അതിൽ നിലവിലെ സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന അതിഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചർച്ച പ്രധാനമായും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ അതിനു മുൻപായി തന്നെ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രധാനമായും കേരളത്തിലെ ജനസംഖ്യാ വർധനവും സാമൂഹിക സാമ്പത്തിക വ്യതിയാനങ്ങളും വിവിധ മേഖലകളിൽ എന്നുള്ള ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ഈ വെബിനാറിൽ ഇതിന്റെ മോഡറേറ്ററായിട്ട് പങ്കെടുക്കുന്നത് ശ്രീ കാവാലം ശശികുമാർ. പത്രമാധ്യമ രംഗത്ത് 4 നൂറ്റാണ്ടിലധികമായി നിറസാന്നിധ്യമായി നിൽക്കുന്ന ശ്രീ ശശികുമാർ ഇപ്പോൾ ജന്മഭൂമിയുടെ സബ് എഡിറ്ററായി പ്രവർത്തിക്കുന്നു. വിവിധ രംഗങ്ങളിൽ ജന്മഭൂമിയുടെ പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചുള്ള അനുഭവവും ഒപ്പം തന്നെ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളെ കുറിച്ച് കാലാകാലങ്ങളായി ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ വിഷയത്തിന്റെ ഇന്നത്തെ ചർച്ചയുടെ മോഡറേറ്ററായിട്ട് പങ്കെടുക്കുന്നത്. ഈ ചർച്ചയിൽ പ്രധാനമായും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രീ SJR കുമാർ. അദ്ദേഹം എറണാകുളത്ത് പ്രമുഖ സാമൂഹിക പ്രവർത്തകനാണ്. ഹൈന്ദവ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നിരവധി പ്രസ്ഥാനങ്ങളുടെ എല്ലാം അമരക്കാരനായിട്ടുള്ള ശ്രീ SJR കുമാർജി. അതോടൊപ്പം തന്നെ മൈനോറിറ്റി കമ്മീഷന്റെ മുൻ വൈസ് ചെയർമാനും BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ. പ്രമുഖ സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകനും ഫിലിം ഡയറക്ടറുമായിട്ടുള്ള ശ്രീ അലി അക്ബർ. അദ്ദേഹം കേരളത്തിന്റെ സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിരവധി വിഷയങ്ങളിൽ ഇടപെടുകയും തന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൊണ്ട് തനതായിട്ടുള്ള സ്ഥാനമുറപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ശ്രീ അലി അക്ബർ. എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിന്റെ നിലപാടുകൾ അറിയാം. അദ്ദേഹമാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തിത്വം. ഈ വിഷയം ഒരു പൊതു ചർച്ച എന്നുള്ള നിലക്കാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ സ്വാഭാവികമായും ആ വിഷയത്തിൽ പഠിച്ചിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള നിലക്ക് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ക്രോഡീകരിക്കുന്നതിന് വേണ്ടി ശ്രീ കാവാലം ശശിയേട്ടനെ, ശ്രീ ശശികുമാർ അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ വെബിനാറിൽ വിഷയവും പങ്കെടുക്കുന്ന ആൾക്കാരും ആരൊക്കെയാണെന്ന് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞു കഴിഞ്ഞു. ഈ ചർച്ച നടത്തുവാനുള്ള സാഹചര്യം എന്താണെന്നും പറഞ്ഞു കഴിഞ്ഞു.
അതായത് സംസ്ഥാന സർക്കാരിന്റെ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് തയ്യാറാക്കിയ 2018 വാർഷിക റിപ്പോർട്ട്, അത് 2019 ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് 2020 നമുക്ക് ലഭ്യമായിരിക്കുന്നത്. 1970 മുതൽ നിലവിൽ വന്ന ഈ സംവിധാനത്തിൽ ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പുരോഗതിയുടെ മാനദണ്ഡം എന്താ ആയിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന റിപ്പോർട്ടാണ് ഈ വാർഷിക റിപ്പോർട്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുള്ളതിൽ ഒന്ന്, ഇതിനകത്തൊരു ജനന മരണ നിരക്കുകൾ, ജനന മരണ രജിസ്ട്രേഷൻ, 1969 രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ആക്ട് അനുസരിച്ചിട്ട് ഒരു പിറവി ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു മരണമുണ്ടായാൽ അത് സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കേണ്ടതാണ് എന്ന് വ്യവസ്ഥയുണ്ട്. അങ്ങനെ നൽകിയിരിക്കുന്ന ആധികാരികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ തരത്തിലുള്ള വിവരങ്ങളും ശേഖരിച്ച് നമ്മളുടെ സ്റ്റേറ്റിന്റെ ഒരു അവസ്ഥ നമുക്ക് അറിയിക്കാൻ പറ്റുന്ന നൽകുന്ന ഒരു സംവിധാനമാണ് പ്രത്യേകിച്ച് ജനസംഖ്യയുടെ കാര്യത്തിൽ. ഡയറക്ടർ ശ്രീ വി രാമചന്ദ്രനാണ്. അദ്ദേഹം 2018 റിപ്പോർട്ട് 5/2/2020 ഇറക്കിയിരിക്കുന്നത്. നമുക്ക് ലഭ്യമായ ഉടൻ തന്നെ നമ്മൾ സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങൾക്ക് അടിസ്ഥാനമായ, സംസ്ഥാനത്തിന്റെ നല്ല രാജ്യത്തിന്റെ തന്നെ, ഇന്നലെ നമ്മുടെ ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെ ഈ തരത്തിലുള്ള അടിസ്ഥാന രേഖകൾ പഠിച്ച് വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു സമിതിയുടെ റിപ്പോർട്ട് പ്രസാധനം ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി. ഇന്ത്യയിലെ ജനസംഖ്യയുടെ നിരക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ജനസംഖ്യാ നിരക്ക് 2036 ആകുമ്പോൾ ഇന്ത്യൻ ജനസംഖ്യ 152 കോടി ആകും എന്നാണ് അദ്ദേഹം ആ റിപ്പോർട്ടിനെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 2011 ആധികാരിക ജനസംഖ്യാ കണക്കിൽ നിന്ന് 25% വർധന ഉണ്ടായിട്ടുണ്ട്. വർധന ഉണ്ടാകും 2036 ആകുമ്പോൾ, ഇപ്പോൾ പോകുന്ന ഈ തോതിൽ പോവുകയാണെങ്കിൽ. ഒപ്പം തന്നെ ഉപരാഷ്ട്രപതി ശ്രീ വെങ്കയ്യ നായിഡു പറഞ്ഞ മറ്റൊരു കാര്യം കൂടി, ഈ ജനസംഖ്യയിൽ, ഈ ജനങ്ങളിൽ 20% ആൾക്കാര് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയും 20%-ഓളം ജനങ്ങള് സാക്ഷരരല്ലാത്തവരും ആയിട്ടാണ് ഇന്ത്യയിൽ കഴിയാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം നൽകിയ സൂചന, ഒരു രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനസംഖ്യ എങ്ങനെ അടിസ്ഥാനമാണ്, അടിത്തറയാണ് എന്ന കാര്യം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയവും അത് തന്നെയാണ്. ഒരു രാജ്യത്തിന്റെ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ജനശക്തി വർദ്ധിക്കുമെങ്കിലും സാമൂഹികമായ, സാമ്പത്തികമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ജനസംഖ്യ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ്, അതെങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ വികസന കാര്യങ്ങളെ അനുകൂലമായിട്ടായാലും പ്രതികൂലമായിട്ടായാലും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. ഈ വിഷയത്തിൽ നമുക്ക് അടിസ്ഥാന വിവരങ്ങൾ ധാരാളമുണ്ട്. 2018 ജനസംഖ്യ ഇപ്പോൾ കൃത്യമായ ഒരു കണക്ക് പറഞ്ഞാൽ 3.46 കോടിയാണ് കേരളത്തിലേത്. അതിൽ തന്നെ സ്ത്രീകള് 180 ലക്ഷമാണ്, പുരുഷന്മാർ 166 ലക്ഷമാണ്. ജനനത്തിന്റെ തോത് അനുസരിച്ച് പറയുകയാണെങ്കിൽ 2018 4.88 ലക്ഷം, 4,80,8174 പുതിയ ജനനങ്ങൾ ഉണ്ടായി. ഇത് 2017 കുറവാണ് വാസ്തവത്തിൽ. കാര്യം 2017 5.04 ആയിരുന്നു. പെൺകുട്ടികളുടെ ജനനം 49.06 ആൺകുട്ടികളുടേത് 50.94%. ഇപ്പൊ ജനനം കൂടുതൽ ഉണ്ടാകുന്നത് ഒക്ടോബർ മാസം ആണെന്ന് വരെയുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ സർവീസ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. ഒക്ടോബറിൽ, കഴിഞ്ഞ വർഷം ഈ 2018 ഒക്ടോബറിൽ 9.49% കുട്ടികൾ ജനിച്ചത് ഒക്ടോബർ മാസത്തിലാണ്. ഏറ്റവും കുറവുണ്ടായത് ഫെബ്രുവരിയിൽ 6.94%. ഇനി ഇതുപോലെ തന്നെ മരണത്തിന്റെ കാര്യത്തിലും കണക്കുകൾ പറയുന്നുണ്ട്. 2018 മരിച്ച ആൾക്കാരുടെ എണ്ണം 2.59 ലക്ഷമാണ്. ഇത് 2017 2.63 ലക്ഷമായിരുന്നു. അതിൽ തന്നെ മരിച്ചതിൽ പുരുഷന്മാർ 55.24% പുരുഷന്മാരാണ്, സ്ത്രീകൾ 44.76%.
ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി ആ കണക്കിനകത്ത് എനിക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് 2018 ശിശു മരണ നിരക്ക് 1.07% ശിശു മരണ നിരക്കുണ്ടായി. ഇത് 2017 1.21 ആയിരുന്നു, കുറവുണ്ട് എന്നുള്ളത് ഒരാശ്വാസം. നമുക്ക് ഇതുപോലെ തന്നെ ഈ ആരോഗ്യത്തിന്റെ കണക്കുകൾ പറയുന്ന സമയത്ത് സർക്കാർ ആശുപത്രികളിൽ ജനിച്ച ആൾക്കാർ എത്രയാണ്, പ്രൈവറ്റ് ആശുപത്രികളിൽ ജനിച്ച ആൾക്കാർ എത്രയാണ്, അതുപോലെ ഡോക്ടറുടെയോ നഴ്സിന്റെയോ ഒക്കെ അസിസ്റ്റൻസ് ഇല്ലാതെ പാരമ്പര്യ രീതിയിൽ ജനിച്ച പുതിയ കുട്ടികൾ എത്രയാണ്, അങ്ങനെയുള്ള വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കണക്കുകളുണ്ട്. ഈ കണക്കുകൾ നമുക്ക് നമ്മളുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ ഭാവിയുടെ എല്ലാ തരത്തിലുമുള്ള സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലയിൽ പ്ലാനിങ്ങിനും അതുപോലെ വിശകലനത്തിനും നമ്മുടെ സംസ്ഥാനം എവിടെ നിൽക്കുന്നു എന്ന് മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യാനും അടക്കം വിവിധ കാര്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ വിവരങ്ങൾ അടിസ്ഥാനമാക്കി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ വിഷയം ഇത് തന്നെയാണ്. ജനസംഖ്യയും സാമൂഹ്യ സാമ്പത്തിക വ്യതിയാനങ്ങളും, അതുണ്ടാക്കുന്ന സാമൂഹ്യ സാമ്പത്തിക വ്യതിയാനങ്ങളും. ഈ വിഷയത്തിൽ നമ്മളോട് ഇന്ന് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന 3 പ്രമുഖരും ഈ കാര്യത്തിൽ വളരെ വളരെ ഗാഢമായി ചിന്തിക്കാനും സംസാരിക്കാനും വിവരം അവതരിപ്പിക്കാനും കഴിയുന്ന ആൾക്കാരാണ്. അവരിൽ ശ്രീ SJR കുമാർ, അദ്ദേഹമാണ് ആദ്യം ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിനെ ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം കേരളത്തിലെ ജനസംഖ്യാ വർധനവും സാമൂഹ്യ സാമ്പത്തിക വ്യതിയാനങ്ങളും വിവിധ മേഖലകളിൽ നിന്നാണ്. ഈ കേരളത്തിലെ ജനസംഖ്യാ വർധനവും സാമൂഹ്യ സാമ്പത്തിക വ്യതിയാനങ്ങളും പഠിക്കാനായിട്ട് ഈ 2018 കേരള സർക്കാർ പുറത്തുവിട്ട അതിന്റെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം പുറത്തുവിട്ട കണക്കുകൾ കൊണ്ട് ഒന്നും ആകില്ല. കാരണം അതൊരു വർഷത്തെ 2018 കണക്കുകൾ മാത്രമേ ആവുന്നുള്ളൂ. ഒരു കണക്ക് വെച്ച് നമുക്കൊന്നും കാര്യം മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ വിഷയം കഴിഞ്ഞ 10-15 വർഷമായിട്ട്, അതുകൊണ്ട് 2007 മുതൽ ഞാൻ ഇതിൻ്റെ കുറച്ച് സ്റ്റഡി ചെയ്യുകയും വിവരങ്ങൾ ശേഖരിക്കുകയും, അത് കേരളത്തിലെ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിലും ലോക തലത്തിലൊക്കെ ഉള്ള പല എന്താ പറയുക ശാസ്ത്രീയമായ ഗവേഷണം നടത്തുന്ന സ്ഥാപനങ്ങളുടെയൊക്കെ കണക്കുകൾ എടുത്തുകൊണ്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ വളരെയധികം സ്ഥലങ്ങളിൽ കേരളത്തിലും പുറത്തുമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാര്യം വ്യക്തമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഗ്രാഫിക്കൽ, ഞാനതെല്ലാം ഗ്രാഫാക്കി മാറ്റിയിട്ട് പെട്ടെന്ന് നമുക്ക് കണ്ടാൽ വ്യതിയാനങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രസന്റേഷന് അത്തരം ഒരു വീഡിയോ പ്രസന്റേഷനാണ്, അതായത് പവർ പോയിന്റ് പ്രസന്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ തന്നെ ഡോക്ടർ ബിജുവായിട്ട് സംസാരിച്ചിരുന്നു. കാരണം ഇത് വ്യക്തമാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരത്തിൽ മാത്രം മതി, അതൊരു വിഷ്വൽ മീഡിയയിൽ കൂടെ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ 2018 ഇന്നത്തെ വിഷയം കൈകാര്യം ചെയ്യാനായിട്ട് 2018 ഈ കേരള സർക്കാർ പുറത്തുവിട്ട വൈറ്റൽ സ്റ്റാറ്റ്സ് മാത്രം പോരാ. കാരണം അതൊരു വർഷത്തെ മാത്രമേ ഉള്ളൂ. നമുക്കൊരു ചേഞ്ച് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആക്ച്വലി വി നീഡ് ടു ഹാവ് സോ മെനി റെക്കോർഡ്സ്. അതായത് എവിടുന്ന് എവിടേക്കാണ് പോകുമ്പോഴും നമുക്കൊരു ചേഞ്ചിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ ഡേറ്റ കൊണ്ട് നമുക്ക് ചേഞ്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് എടുത്തിരിക്കുന്നത്, ഒന്ന് നമ്മുടെ സെൻസസ് ഓഫ് ഇന്ത്യ 1901, ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1901 ആരംഭിച്ച സെൻസസ് ഓഫ് ഇന്ത്യ ഓരോ 10 വർഷവും 1901 പിന്നെ 11, അങ്ങനെ കഴിഞ്ഞ ലേറ്റസ്റ്റ് 2011 വന്നു, ഇനി 2021 വരും. അത് പിന്നെ കൂടാതെ ഈ വൈറ്റൽ സ്റ്റാറ്റ്സ് 2007 മുതലാണ് കേരള സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. കൂടാതെ പല ഗവേഷണ സ്ഥാപനങ്ങൾ, അതിൻ്റെ ഈ പ്രസന്റേഷൻ്റെ അവസാനം ആ ക്രെഡിറ്റ്സിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഏതൊക്കെ ഗവേഷണ സ്ഥാപനങ്ങളുടെ ആണ് ഇതിന് ആധികാരികമായിട്ടുള്ളത്. മറ്റൊരു വിഷയം എനിക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, തികച്ചും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണെങ്കിലും അത് പൂർണ്ണമായിട്ടും ആധികാരികമായ റെക്കോർഡുകളെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ വേറെ യാതൊരു അടിസ്ഥാനത്തിലും അല്ല ചെയ്തിരിക്കുന്നത്. വെറുതെ ഒരു വികാരത്തിന്റെ പുറത്തൊന്നുമല്ല. ഇത് ഓൾ ബേസ്ഡ് ഓൺ റിയൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാ ബേസ് ആണ്. അപ്പൊ അതാണ്. അപ്പൊ ഞാൻ എനിക്കൊന്നും സമയം കളയാതെ ഞാൻ എന്റെ പ്രസന്റേഷനിലേക്ക് കടക്കാം. ഞാൻ പ്രസന്റേഷൻ മോഡിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ടച്ച് ചെയ്താൽ ഇപ്പോൾ SJR കാണിക്കുന്ന വീഡിയോ ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന വീഡിയോ ഇല്ലേ, ആ വീഡിയോ സ്ക്രീനിൽ അത് ടച്ച് ചെയ്താൽ നമുക്ക് ഈ ഫുൾ ആയിട്ട് കിട്ടും. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. തുടങ്ങാം. ഓക്കെ. അതായത് സെൻസസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ സെൻസസ് ഒരു കാരണവശാലും നമുക്ക് ഗവനിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുവലയാണ് സെൻസസ്. അത് ഏത് തരത്തിലുള്ള സെൻസസ് ആയാലും ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്സ്. അതുകൊണ്ട് നമ്മുടെ സെൻസസ് നമ്മുടെ ഭാവി എന്നുള്ള നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഒരു മോട്ടോ ആണ്. അത് ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്നത്.
ഈ അവതരണത്തിൽ പറയുന്ന എല്ലാ വസ്തുക്കളും ആധികാരികതകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടാണ്. ഇതിന്റെ അവസാനം അതിന്റെ പട്ടിക കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്പീഡിൽ പോകും, കാരണം വെച്ചാൽ ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ ആക്ച്വൽ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ 1.25 മണിക്കൂർ പ്രസന്റേഷൻ ഉള്ള ഒരു സാധനമാണ്. അത് ഞാൻ കട്ട് ഡൗൺ ചെയ്തിട്ട് സ്ലൈഡിന്റെ എണ്ണമൊക്കെ കുറച്ചിട്ടുണ്ട്. 1.25 മണിക്കൂറാണ്. സ്ലൈഡിന്റെ എണ്ണമൊക്കെ കുറച്ചു, വളരെ കട്ട് ഡൗൺ ചെയ്തു. എന്നാൽ പോലും നമുക്ക് വളരെ വേഗത്തിൽ ഒരു 50 മേൽ സ്ലൈഡ് ഇപ്പോഴും ഉണ്ട്, എത്ര ചുരുക്കിയിട്ടും. അപ്പൊ ഞാൻ വളരെ വേഗത്തിലായിരിക്കും. അതുകൊണ്ട് ഇതിനകത്ത് സ്ലൈഡ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ സ്ലൈഡ് നമ്പർ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും എപ്പോഴും ഉണ്ടെങ്കിൽ ആ സ്ലൈഡ് നമ്പർ വെച്ചിട്ട് നമുക്ക് കാണാവുന്നതാണ്. സംശയം നോട്ട് ചെയ്താൽ നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. എനിവേ, ആസാം, പശ്ചിമ ബംഗാൾ, പുനിയ, ബീഹാറിലെയും ഝാർഖണ്ഡിലെയും സന്താൽ പർഗാന, പശ്ചിമ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, ഇത്തരത്തിലെ പല ഭാഗങ്ങളിൽ 20-ാം നൂറ്റാണ്ടിൽ മതപരമായ ജനസംഖ്യ അനുപാതത്തിൽ വലിയ തകിടം മറിച്ചുകൾ. അപ്പൊ കേരളത്തിൽ മാത്രമല്ല, ഈ ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള തകിടം മറിച്ചിലുകൾ നടന്നിട്ടുണ്ട്. ഈ ഭാരതത്തിലെ ഈ വിവിധ ജനസമൂഹത്തിന്റെ കാണിക്കുന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിനകത്ത് കളർ മാർക്കിംഗ് ഉണ്ട്. ഹിന്ദുക്കളെ സ്പ്രെഡ് ചെയ്ത് കാണാം. ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, ഇസ്ലാം തുടങ്ങിയതായിട്ടുണ്ട്. കാരണം ഞാനിത് കൂടുതലും എന്തുകൊണ്ടാണ് റിലീജിയസ് എന്ന് വെച്ചാൽ ഇതിനകത്തൊരു സാമൂഹ്യ ഇംബാലൻസ്, ഒരു സോഷ്യൽ ഇംബാലൻസ് ആണ് ഇതിനകത്ത് സംഭവിക്കുന്നത്, നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ വിഷയം ഇത്തരത്തിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രധാനപ്പെട്ട 3 മതങ്ങളുടെ അവാന്തര വിഭാഗങ്ങളുടെ ജനസംഖ്യയും ശിശുമരണം, ജനസംഖ്യ വളർച്ചയും, മരണനിരക്കും, സാമ്പത്തിക സ്ഥിതിയും വിശകലനം ചെയ്യുന്നുണ്ട്. അത് കേരളത്തിലെ പ്രധാനപ്പെട്ട 3 മതവിഭാഗങ്ങളുടെ അത് ചർച്ച ചെയ്യുന്നതോടുകൂടി മൊത്തം കേരളത്തിന്റെ ആകും. അതുകൊണ്ട് അത് 3ഉം സെപ്പറേറ്റ് ആയിട്ട് മൊത്തം കേരളത്തിന്റെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പല കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് മൈനോറിറ്റി റൈറ്റ്സ് കുറച്ചധികം കൂടുതൽ വന്നുകൊണ്ട് ഹിന്ദുക്കൾക്ക് കുറച്ച് പിന്നോക്കം പോയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു വിചാരം കൊണ്ടാണ് ഇത്തരം ഒരു പ്രസന്റേഷൻ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തുടക്കം, ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നതുകൊണ്ട് ക്ഷമിക്കണം, കാരണം ഞാൻ സമയം നമുക്ക് തികയാത്തതുകൊണ്ടാണ്. നമ്മൾ 1901 മുതൽ 2011 വരെ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഉണ്ടായിരുന്ന സെൻസസിന്റെ കണക്കനുസരിച്ചുള്ള പ്രസന്റേഷനാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അതിനകത്ത് 1901 ഓരോ വിഭാഗത്തിന്റെ ജനസംഖ്യ നമുക്ക് കാണാൻ സാധിക്കും. ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. ടോട്ടൽ ജനസംഖ്യ കാണാൻ പറ്റും. ഇതൊരു ഗ്രോത്ത് പാറ്റേൺ നമ്മൾ കാണുന്നുണ്ട്. ഈ ഗ്രോത്ത് പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ഒരു പർട്ടിക്കുലർ ഇയർ കഴിഞ്ഞിട്ട് അത് തിരിച്ച് വളഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാനിപ്പോ എന്റെ ലേസർ കാണാമായിരിക്കും. അതിന് 2001 മുതൽ ഇത് തിരിയുന്നുണ്ട്. ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു 1931 മുതൽ ഏതാണ്ട് 61 വരെ ഏതാണ്ട് ഒരു പ്രദേശത്ത് ഏകദേശം ഒരു വളരെയധികം ഫാസ്റ്റായിട്ട് കൂടുതൽ മേളിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നെങ്കിൽ പിന്നീട് അത് ചെരിഞ്ഞ് ഈ 2001 മുതൽ കൂടുതൽ റൈറ്റിലേക്ക് തിരിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ബാക്കി ചിത്രം പുറകോട്ട് കാണാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് അതേ ഒരു പാറ്റേൺ നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കൂടെ കാണാം. അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഇതാണ് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ, അവരും അതുകൊണ്ട് ഇത് 3 ഏതാണ്ട് ഒരേ പാറ്റേൺ ഫോളോ ചെയ്യുമ്പം വ്യത്യസ്തമായിട്ടൊരു പാറ്റേണിൽ കൂടാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പോകുന്നത്. ഞാനിപ്പോ ഈ കാണിക്കുന്ന ഗ്രീൻ ലൈനാണ് മുസ്ലിം, അത് മേളിലോട്ട് പോവാണ്. ഇത് 3 ഒരു പാറ്റേൺ ആണ്, ഇതൊരു വ്യത്യസ്ത പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്താണ് നമുക്ക് ഇനി കൂടുതൽ പുറകോട്ട് ചിന്തിക്കുമ്പോൾ അറിയാം. ഇവിടെ നമ്മൾ അതിന്റെ അനാലിസിലാണ് ഇപ്പൊ ഈ അടുത്ത പിക്ചറിൽ കാണുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ആണ്. ആക്ച്വലി 1901 ആകെയുള്ള ജനസംഖ്യ 100% എടുത്താൽ അതിനകത്ത് 68.5 ഹിന്ദു, 17.5% മുസ്ലിംസ് ആൻഡ് 14% ക്രിസ്ത്യൻസ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു നമ്മൾ 1901. ഈ ഹിന്ദു ജനസംഖ്യ വർധനവ് അത് പെർസെൻറ്റേജ് നമുക്കറിയാം താഴോട്ടാണ് പോകുന്നത്. മറ്റേ ഗ്രാഫിൽ നമുക്കത് വ്യക്തമല്ലെങ്കിൽ ശരിക്കും ഇൻഡിവിജ്വലായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 68.5% ആകെ ജനസംഖ്യയുടെ 68.5% ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ കുറഞ്ഞ് 54.9% ഇങ്ങനെ കൂപ്പുകുത്തി വരികയാണ്. അതുപോലെ ക്രിസ്ത്യൻ ജനസംഖ്യ 14 അവർക്കൊരു 1941 നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു വളർച്ച, വളരെയധികം നല്ലൊരു വളർച്ചയിലേക്ക് വന്നു. ഒരു സമയത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കാട്ടിൽ താഴെയായിരുന്നത് മേളിലോട്ട് കയറി അവർ വർഷങ്ങളോളം 1971 വരെ ആ വളർച്ചയിൽ അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിന്നു. പക്ഷെ അത് താഴോട്ട് പോയി. അവിടെ നമുക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മൾ കാണേണ്ടത് 71 ശരിക്കും 61 സ്റ്റാർട്ട് ചെയ്താണ്. ഈ വരെ നോക്കി അറിയാൻ പറ്റും, ഏതാണ്ട് ഇങ്ങനെ പോവാണ്, അതിന് വളവും തിരിവൊന്നും ഇല്ലാതെ മേലേക്ക് പോവാണ്. അപ്പൊ ഈ 1961 മുതൽ അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്, രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. 1987 മുതൽ കേരളത്തിലെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിരുന്ന ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലും ഗൾഫ് പെട്രോ ഡോളറിന്റെ ഇമ്പാക്ട്, അങ്ങനെ പല ഇമ്പാക്ട്സ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 61 മുതൽ ഇത് മേളിലോട്ട് പോവുകയാണ്. ഇത് തന്നെ കേരള പോപ്പുലേഷൻ ആകെ 100% നമ്മൾ പെഗ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് ഇത് കംപ്രസ് ചെയ്ത് എവിടേക്കാണ് ഇതിന്റെ വളർച്ച ഓരോ വിഭാഗത്തിനും വന്നെന്ന് അറിയാൻ പറ്റും. ഇതങ്ങനെ 100ൽ നമ്മൾ പെഗ് ഡൗൺ ചെയ്യുമ്പോൾ കാണേണ്ട കാര്യം
ഈ കമ്മ്യൂണിറ്റികൾ, അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും വളരെ തന്നെയായിരുന്നു. 14 മുതൽ 18 വരെ ക്രിസ്ത്യൻ ആണെങ്കിൽ 17 മുതൽ 26 വരെ. പക്ഷെ ഹിന്ദു കമ്മ്യൂണിറ്റി റെഗുലർലി ഫാളിംഗ് ഡൗൺ, കംപ്രസ് ചെയ്യാണ്. അപ്പൊ ഈ രണ്ടുപേരുടെയും വളർച്ചയുടെ ലോഡ് അല്ലെങ്കിൽ കംപ്രസ് ചെയ്യപ്പെട്ടത് ഹിന്ദു കമ്മ്യൂണിറ്റി ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവർ അതായത് രണ്ട് കമ്മ്യൂണിറ്റി വളരുമ്പം വേറൊരു കമ്മ്യൂണിറ്റി അതിന്റെ കംപ്രഷനിലാണ്, അതായത് അതിന്റെ മൊത്തം പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നതായിട്ടുള്ള എക്സാക്ട്ലി നമുക്ക് മനസ്സിലാക്കാവുന്ന ഗ്രാഫാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. കഴിഞ്ഞ ഞാൻ പറഞ്ഞത് 10 വർഷം കൂടുമ്പോഴാണ് ഈ സെൻസസ് വരുന്നത്. ഏറ്റവും ആധികാരിക ഇതെല്ലാം നമ്മൾ കണ്ടതെല്ലാം ആധികാരികമായ സെൻസസ് റെക്കോർഡിൽ നിന്ന് എടുത്തിട്ട് ഗ്രാഫാക്കി മാറ്റിയിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് 10 വർഷത്തെ ഒരു അനാലിസിസ് ആണ്, വളരെ പ്രധാനമാണ്. 10 വർഷത്തെ ആ ഗ്രാഫിൽ നമ്മൾ കാണുന്നത് എത്ര ഇൻക്രീസ് ചെയ്തു ഈ 10 വർഷം കൊണ്ടെന്നുള്ള. ഹിന്ദുസ് ഇൻക്രീസ് ചെയ്ത് 3,62,000, ക്രിസ്ത്യൻസ് 83,000, മുസ്ലിം കമ്മ്യൂണിറ്റി 10 ലക്ഷം, ആകെ 14,55,000 ഇൻക്രീസ് 10 വർഷം കൊണ്ട് ഇൻക്രീസ് ചെയ്തപ്പം അതിന്റെ ബൾക്ക് സംഭവിച്ചിരിക്കുന്നതാണ്. ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും 1 lakhs. അപ്പോൾ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ പിന്നിലാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പിന്നിലോട്ട് പോയിക്കൊണ്ടിരുന്ന കമ്മ്യൂണിറ്റി കേരളത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഈ 10 വർഷത്തെ വളർച്ചാ നിരക്ക് ഈ ഗ്രാഫിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇത് അത് തന്നെ പെർസെൻറ്റേജിലാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് ഫിഗേഴ്സിലാണെങ്കിൽ പെർസെൻറ്റേജ് ആണ്. ഈ 10 വർഷം കൊണ്ട് ഇതിനകത്ത് വളരെ പ്രധാനമുള്ള ഒരു വിഷയമുണ്ട്. ഒരു കമ്മ്യൂണിറ്റി എത്ര ശതമാനം വളരുന്നു, പലപ്പോഴും നമ്മൾ പല ചർച്ച, ഇത് ബേസ്ഡ് ഓൺ ആക്ച്വൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ആകെ കേരളത്തിന്റെ പോപ്പുലേഷൻ കഴിഞ്ഞ 10 വർഷം 2001 മുതൽ 2011 വരെ വളർന്നത് 4.57% ആണെങ്കിൽ അതിനകത്ത് ഹിന്ദുവിന്റെ ഗ്രോത്ത് റേറ്റ് ഈസ് ഓൺലി 2.02. ഇത് വളരെ പ്രധാനമാണ്. അവസാനം ഞാനിത് പറയാം. 1.38 ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്ത് 12.84. ഇതിൽ നിന്നും ഈ ഫിഗറിൽ നിന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഓരോ വർഷത്തെ ജനസംഖ്യയുടെ ഗ്രോത്ത്, ആകെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും, അതിൽ ഓരോ കമ്മ്യൂണിറ്റിയുടെയും ഗ്രോത്ത് എങ്ങനെയായിരിക്കും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലായി പ്രൊജക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇതാണ് ഒരു സ്ക്യൂഡ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സെഞ്ചുറിയുടെ കഴിഞ്ഞ സെഞ്ചുറിയുടെ തുടക്കത്തിൽ 1901 തുടങ്ങിയ സെൻസസിലെ വളരെയധികം മാറ്റം വന്നു. അതായത് ജനസംഖ്യാപരമായിട്ട് ഒരു കുത്തനെ തലകുത്തി മറിയലാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ പ്രത്യേകിച്ച് നടന്നിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ ഇപ്പൊ കാണുന്ന ഗ്രാഫിൽ കാണുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഭാരതത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ വിഭിന്നമായി 1990 ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ സെയിം തിങ്. എല്ലാവർക്കും വായിക്കാൻ സാധിക്കും, വലിയ അക്ഷരമുണ്ട്, അത് ഞാനത് സമയമെടുത്ത് വായിക്കാത്തത്. ഹിന്ദു കമ്മ്യൂണിറ്റി താഴോട്ട് പോകുന്നു. ഇപ്പൊ അവിടെ കണ്ടതിന്റെ ഒരു വിശകലനമാണ്. ഇപ്പൊ നമുക്ക് ഈ 2011 സെൻസസ് പ്രകാരമുള്ള ഒരു സ്പ്രെഡ് നോക്കണേ, രണ്ട് കമ്മ്യൂണിറ്റിയുടെയും സ്പ്രെഡ്. ഈ ഹിന്ദുസിന്റെ സ്പ്രെഡ് ഈവൻ ആണ്, അതുകൊണ്ട് ഞാൻ അതിന് പ്രത്യേക ഒരു ഗ്രാഫ് എടുത്തിട്ടില്ല. പക്ഷെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സ്പ്രെഡും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സ്പ്രെഡും കേരളത്തിൽ ജിയോഗ്രഫിക്കലായിട്ട് നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഗ്രാഫ് നോക്കി, ഈ കൂടുന്ന ഈ കളർ അനുസരിച്ചാണ് അവരുടെ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ. ഏറ്റവും കൂടുതൽ സദേൺ കേരളയിലാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നോർത്തേൺ കേരളയിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അവരുടെ ഗ്രോത്ത് സംഭവിച്ചിരിക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഉള്ള ഗ്രോത്തിന്റെ ഇതാണ്. ഇവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ആക്ച്വലി രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ ആക്ച്വലി ഓൾ ഓവർ കേരള, സദേൺ കേരളയിലെ ഈ കണ്ട ബ്ലൂ ആൻഡ് നോർത്തേൺ കേരളയിൽ ഗ്രീൻ, അതായത് ടുഗദർ ദീസ് കമ്മ്യൂണിറ്റീസ് ഹാവ് കവേർഡ് ദി എൻറ്റയർ സ്റ്റേറ്റ്. അത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും. ഇനിയും ഹിന്ദു പോപ്പുലേഷൻ എങ്ങനെയാണ് 2011 സെൻസസ് പ്രകാരം പ്രത്യേകം കമ്മ്യൂണിറ്റി വൈസ് ഉള്ള നമ്മുടെ വിവരമാണിത്. ഇത് ഈഴവ വിഭാഗം, നമ്മൾ ഹിന്ദുവിന്റെ ശരിക്കും പറഞ്ഞാൽ കാസ്റ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ഈഴവർ, ഇത് ലക്ഷത്തിലാണ്. നമുക്ക് ആകെ 182.8 ലക്ഷം ഹിന്ദുക്കളാണുള്ളത്. 72.15 ഈഴവർ, ഇത് നമുക്ക് വായിക്കാം. നായർ 40.01, പട്ടികജാതി പട്ടികവർഗം 32, വിശ്വകർമ്മ 12, ബ്രാഹ്മണർ 4, നാട വിഭാഗം 1, മറ്റ് ചെറിയ ചെറിയ വിഭാഗങ്ങളാണ്. 1% താഴെയുള്ള എല്ലാവരും കൂടെ കൂട്ടിയിട്ടാണ് 21. ഇതാണ് നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഡിവിഷൻ. ഇൻ ലാക്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് മുസ്ലിമിന്റെ ഒരു സെക്ട് എന്നാണ് പറയുന്നത്. നമ്മൾ സെക്ട് വൈസ് സുന്നിയാണ് അവരുടെ ഏറ്റവും കൂടുതൽ 83, അവർ ഒന്നിച്ച് 89 ലാക്സ് ഉണ്ട്. മെജോറിറ്റി വാസ്റ്റ് മെജോറിറ്റി സുന്നി മുസ്ലിംസ് ആണ്. 83.24, 5.76. ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ 83.24 വരുന്ന സുന്നി വിഭാഗമാണ് കേരളത്തിലെ മൊത്തം പോപ്പുലേഷന്റെ ആകെ പോപ്പുലേഷൻ 25%. അതായത് 4 പേര് നമ്മൾ റോഡിൽ കണ്ടാൽ വൺ ഓഫ് ദം അതിൽ ഒരാളൊരു സുന്നി മുസ്ലിം ആയിരിക്കും. അങ്ങനെ 25% ഇന്ന് സുന്നി മുസ്ലിംസ് മാത്രം ഒരു ജനസംഖ്യ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. ഞാൻ 2011 ഇപ്പൊ അതിലും കൂടുതലാണ്. ഞാൻ ബേസ്ഡ് ഓൺ 2011. ഇത് ക്രിസ്ത്യന്റെ ഡിനോമിനേഷൻ ആണ്. ഇത് സീറോ മലബാർ, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ലത്തീൻ 9, സീറോ മലബാർ ആണ് ഏറ്റവും കൂടുതൽ 23.46, ലത്തീൻ, ഓർത്തഡോക്സ്, യാക്കോബ, സീറോ മലങ്കര, മർത്തോമ,
CSI, പെന്തക്കോസ്റ്റൽ ബ്രദറൻ, ദളിത് ക്രിസ്ത്യൻ, മറ്റു വിഭാഗങ്ങൾ ലെസ് ദാൻ 1% ഉള്ള എല്ലാം കൂടെ 3.61. ഇതാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഡിനോമിനേഷൻ. അപ്പൊ ഇതില് പ്രത്യേകിച്ച് ഞാൻ എഴുതുക വെച്ചാൽ ഞാൻ എറണാകുളത്തുകാരനായതുകൊണ്ട് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് എറണാകുളം ഡിസ്ട്രിക്ട്. കേരളത്തിലെ 20.3% ക്രിസ്ത്യൻസ് എറണാകുളം ജില്ലയിൽ താമസിക്കുന്നു. അതുകൊണ്ട് എറണാകുളം ഈ ഭാരതത്തിന്റെ ഭൂപടത്തിൽ തന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇത് നമ്മൾ ഓരോ ജില്ലാടിസ്ഥാനത്തിലുള്ളതാണ്, വിവിധ മതവിഭാഗങ്ങൾ. ഇത് ടോട്ടൽ എടുക്കുമ്പോഴാണ് നമ്മുടെ ജനസംഖ്യയുടെ ടോട്ടൽ കിട്ടുന്നത്. ഇവിടെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇത് ഈ ഓറഞ്ച് കളർ കാണുന്നത് ഹിന്ദുസ്, എല്ലായിടത്തും തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഗ്രീൻ കളർ കാണുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി, ആൻഡ് ബ്ലൂ കളർ കാണുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഇവിടെ നമുക്ക് ഏകദേശം ഇതിനകത്തൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ കമ്മ്യൂണിറ്റി എവിടെയൊക്കെ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണാം. പക്ഷെ അതിനകത്ത് ഞാൻ പെട്ടെന്ന് എല്ലാവർക്കും കാണാവുന്ന കാര്യമാണത്, എവിടെ ഏത് കമ്മ്യൂണിറ്റി എവിടെയാണ് കൂടുതൽ കുറവ് എന്നൊക്കെ കാണുമ്പോൾ. മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്, ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടുതൽ ശക്തമായിട്ടുള്ളിടത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ, ഞാൻ നേരത്തെ കേരളത്തിന്റെ മാപ്പ് പൊതുവെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വടക്കും തെക്കുമായിട്ടുള്ള വ്യത്യാസം. അവിടെ നമ്മൾ കാണേണ്ടത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പ്രബലമായി വരുന്നിടത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വളരെ കുറവാണ്. അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ പ്രബലമായിട്ട് സ്ഥലത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ കുറവാണെന്നുള്ളത് നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കും. ഇത് കമ്മ്യൂണിറ്റി വൈസ് ഈ കേരളത്തിലെ മൊത്തം കമ്മ്യൂണിറ്റീസ് നമ്മൾ എടുത്തിരിക്കുക. അതായത് ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, ഇവരുടെ ഹിന്ദുവിന്റെ ജാതി, ക്രിസ്ത്യാനി ഡിനോമിനേഷൻ, മുസ്ലിംസിന്റെ സെക്സ് എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ് മോസ്റ്റ് സിംഗിൾ ഔട്ട് ഓഫ് ദിസ് എന്നുള്ളത്. അത് നേരത്തെ പറഞ്ഞ സുന്നി ഏറ്റവും ഹയസ്റ്റ് ആസ് എ സിംഗിൾ ഇൻഡിവിജ്വൽ സെക്ട് എന്ന് പറയുന്നത് സുന്നി മുസ്ലിംസ് ആണ്. ദെൻ കംസ് ഈഴവ, അത് നമുക്ക് കാണാം. പിന്നെ നായന്മാര്, പിന്നെ SC/ST വിഭാഗത്തിലുള്ള നമ്മുടെ സഹോദരങ്ങൾ, സിഗ്രോ മലബാർ സഭ, വിശ്വകർമ്മ സഹോദരന്മാര്, ലാറ്റിൻ കാത്തലിക്സ്, ഷിയ മുസ്ലിംസ്, ഇങ്ങനെ ബാക്കിയൊക്കെ വളരെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പ്രബലമായ കേരളത്തിലെ സമുദായങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു വട്ടം വരച്ചാൽ നമുക്ക് ഏകദേശം കിട്ടും. അതായത് സുന്നി, ഈഴവ, നായർ, SC/ST വിഭാഗം, സിഗ്രോ മലബാർ, വിശ്വകർമ്മ, ലാറ്റിൻ കാത്തലിക്സ്, നമ്മൾ ഇത്രയും എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ ബഹുഭൂരിപക്ഷം ആളുകളെ നമ്മൾ കവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 2011 ഇപ്പൊ സത്യം പറഞ്ഞാൽ സുന്നി മുസ്ലിംസിന്റെ വലിയ ഗ്രോത്ത് ഉണ്ട്. അത് നമുക്ക് അടുത്തതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ 2001 മുതൽ 2011 വരെ ലക്ഷങ്ങളിലെ ഇൻക്രീസ്. അത് നമ്മൾ നേരത്തെ ഒരു സ്റ്റഡിയിൽ പറഞ്ഞു, അത് ഓരോ വിഭാഗത്തിന്റെ ഇൻ ലാക്സ് ഓഫ് ഇൻക്രീസ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. നമ്മളൊരു ഗ്രാഫിക്കൽ ഇതിൽ നേരത്തെ കണ്ടു. ഇനിയും റേറ്റ് ഓഫ് ഗ്രോത്തും ഇതിന്റെ ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഇത് നമ്മൾ നേരത്തെ വേറൊരു ടൈപ്പ് ഓഫ് ഗ്രാഫിക് കണ്ടു. ആകെ ടോട്ടൽ 4.57, ഹിന്ദുവിന്റെ ഗ്രോത്ത് 2.02, മുസ്ലിം ഗ്രോത്ത് 12.84. വേറൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്, നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് ഒരു ഇന്ററിം റിപ്പോർട്ട്, നാഷണൽ പോപ്പുലേഷൻ കമ്മീഷന്റെ ഒരു ഇന്ററിം റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയിരുന്നു. ആ വർഷത്തില് 2016 ഒരു ബേസ് കണക്ക് വെച്ചുകൊണ്ട് 2036 ഒരു പ്രൊഡിക്ഷൻ, ഇതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ പോപ്പുലേഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു കണക്കാണ്. ഇതനുസരിച്ച് നമുക്ക് ജനസംഖ്യ 2036 കേരളത്തിൽ എത്ര ആയിരിക്കും, പുരുഷൻ എത്ര, സ്ത്രീ എത്ര, 2 അനുപാതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കാണേണ്ടത് പെർസെൻറ്റേജ് ഗ്രോത്ത് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് കാണേണ്ട ഒരു വ്യത്യാസം, നമ്മളവിടെ നേരത്തെ 4.25 എന്നൊക്കെ റേഞ്ചിലായിരുന്നുവെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ പ്രൊജക്ഷനാണ് കാണിക്കുന്നത്. പിന്നെ വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ സാന്ദ്രതയിലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഒരു വലിയ ഇൻക്രീസ് വരുന്നുണ്ട് ബിക്കോസ് ഓഫ് ദിസ്, ഇതിന്റെ ഗ്രോത്തിന്റെ ഇമ്പാക്ട് ആയിട്ട്. അപ്പൊ ഈ കേരളത്തിലെ ഏറ്റവും വലിയ, നമുക്കിപ്പോ കോവിഡ് പോലുള്ള വിഷയങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും വർദ്ധിക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഇതിനകത്ത് കാണുന്നത് ഓവറോൾ ജനറൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ഗ്രാഫിൽ തന്നെ ഈ വളഞ്ഞു വരുന്നു ഗ്രാഫ് എന്നുള്ളത് ഓവറോൾ അതിന്റെ ഒരു ശരിക്കും ഒരു റിയൽ സിറ്റുവേഷൻ ആണ് ഇവിടെ നമുക്ക് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഇന്റർൻ റിപ്പോർട്ടിൽ. ആ വളഞ്ഞു വരുന്നതിന്റെ ലക്ഷണമാണ് ജനനനിരക്ക് 12.7% കുറയുന്നു, അത്ര ശതമാനം കുറയുന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, ഇതൊരു കമ്മ്യൂണിറ്റി കുറയുന്നില്ല, 2 കമ്മ്യൂണിറ്റി കുറയുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വർദ്ധിക്കുകയാണ്, പക്ഷെ അതിന് കൂടുതലായിട്ട് പിന്നെ ക്രിസ്ത്യൻ ആൻഡ് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ കുറയുന്നു വളരെ ഭീകരമായിട്ട്. അതുകൊണ്ടാണ് നെറ്റ് കുറയുകയാണ് 12. അപ്പൊ ഇനിയും കേരളത്തിലെ ജനസംഖ്യ വർദ്ധിക്കുന്നില്ല, കുറയാനുള്ള ട്രെൻഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും അലാമിംഗ് ഫാക്ടറാണ് മരണനിരക്ക്. ഇത് വളരെ അസാധ്യമായ, നമ്മൾ 2007 മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വിഷയമാണിത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മരണനിരക്ക് വളരെ ഹൈ ആണ്. ഇതിനും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, വേറെ ആരുമല്ല, ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഏറ്റവും മരണനിരക്ക് കൂടുതൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്, അത് സ്ഥിരമായിട്ട് കൂടുതലാണ് പല കാരണങ്ങൾ കൊണ്ടും. അതുകൊണ്ട് ഇത്രയും മരണനിരക്ക് കൂടുന്നതിന്റെ റേറ്റ് ഓഫ് ഇൻക്രീസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കാം, മാറ്റമാണ്, അത് ചെറിയ വിഷയമല്ല. അപ്പോൾ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ പോപ്പുലേഷൻ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ കുറയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കുറയും ചെയ്യുന്നുണ്ട്.
പക്ഷെ മരണനിരക്കിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കാര്യമായിട്ട് വരുന്നില്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വരുന്നില്ല. മരണനിരക്ക് ഏറ്റവും കൂടുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ. അതുകൊണ്ട് ഈ ഭീകരാവസ്ഥ കൊണ്ട് അതായത് ജനനനിരക്ക് കുറയും മരണനിരക്ക് കൂടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. നമ്മൾ ഈ വരുന്ന ഗ്രാഫിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത് ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആണ്. നമ്മളിപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കേരളത്തിലെ ഉള്ള ഡിസ്ട്രിക്ട് 2018 ഇപ്പൊ ലേറ്റസ്റ്റ് ഫിഗർ വെച്ചിട്ടുള്ളതാണ്. ഇത് 2018 ഇതിനകത്ത് ജസ്റ്റ് നോക്കൂ, ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ് പോപ്പുലേഷൻ കൂടുതൽ. പിന്നെ നമുക്ക് ഏതൊക്കെ ജില്ലയാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും എവിടെയൊക്കെയാണ് ഈ കേരളത്തിലെ പോപ്പുലേഷൻ, ജനങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ ഡിസ്ട്രിക്ട് വൈസ് ഉള്ള ഒരു ഗ്രാഫാണ് നമ്മൾ. അപ്പോൾ ഇടുക്കിയിലും പത്തനംതിട്ടയിലും വയനാട്ടിലും വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡാണ് കുറച്ച് ആളുകളുള്ളത്. പിന്നെ കമ്പാരിറ്റീവ്ലി എറണാകുളം, തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോടൊക്കെയാണ് കൂടുതൽ ജനസംഖ്യ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഡിസ്ട്രിക്റ്റിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും ജനസംഖ്യ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ കണക്കാണിത്. ഇത് അതിന്റെ തന്നെ ട്രെൻഡ് ഇൻ ബർത്ത് റേറ്റ് ആണ്. കേരളത്തിലെ ബർത്ത് റേറ്റ് താഴോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. ഇത് കേരള ഗവൺമെന്റ് 2018 97 മുതലുള്ള ഫിഗറിന്റെ 2018 വെച്ചിട്ടുള്ള കണക്കാണ്. ഇത് കണ്ടിന്യൂസ്ലി ഫാളിംഗ് ഡൗൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ കാരണം ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി മാത്രമാണ്. ഇപ്പൊ ഡെത്ത് റേറ്റ് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഗ്രാഫിൽ നമ്മൾ കാണുന്നത്. അതിന്റെ മേജർ കോൺട്രിബ്യൂട്ടർ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. ഇനി കുട്ടികളുടെ ജനനം നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ ഈ ജനസംഖ്യയാണ് കണ്ടത്. ഇനി ജനസംഖ്യയിൽ ഒരു പ്രദേശത്തെ ജനസംഖ്യ മാറുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം കൊണ്ടാണ്. രണ്ടാമത് അവിടുത്തെ മരണം കൊണ്ടാണ്. അപ്പോൾ കുട്ടികളുടെ ജനനവും ആളുകളുടെ മരണവുമാണ് ഒരു പ്രദേശത്തെ ജനസംഖ്യ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ രണ്ട് വിഷയമാണ് ഇനി എടുക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ ജനനം എടുക്കും. ജനനം എടുത്തതിന് ശേഷം ആ ജനനത്തിൽ പല വിധത്തിലുള്ള ഓരോ കമ്മ്യൂണിറ്റി വൈസ് ചേഞ്ചസ് ഉണ്ട്. ഈ അമ്മയുടെ പ്രായം അല്ലെ എത്ര കുട്ടികൾ, അത് നമ്മൾ പുറകെ എടുക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ മരണത്തിന്റെ കണക്കിലേക്ക് പോകും. അപ്പോൾ ഈ ആദ്യം നമ്മൾ ജനനത്തിന് കണക്കെടുത്താൽ മതാടിസ്ഥാനത്തിൽ 2011 സെൻസസിൽ നോക്കൂ, ഹിന്ദു കമ്മ്യൂണിറ്റി 44 ജനിച്ച കുട്ടികളുടെ എണ്ണമാണ് 44.37% കുട്ടികൾ. അതായത് 100 കുട്ടികൾ, ആകെ 100 കുട്ടികൾ ജനിക്കുമ്പം 44.37 ഹിന്ദു കുട്ടികളും 38.21 മുസ്ലിം കുട്ടികളും 16.99 ക്രിസ്ത്യൻ കുട്ടികളുമായിരുന്നു 2011 എങ്കിൽ. ഇതത് ഗ്രാഫിക്കൽ മെത്തേഡിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് 44.37 ഹിന്ദു, 38.96 മുസ്ലിം, 16.9 ക്രിസ്ത്യൻ. ഇതായിരുന്നു എങ്കിൽ ജസ്റ്റ് 2018 സ്ഥിതി നോക്കൂ. അതായത് 2011 18 ആയപ്പം 7 വർഷം കൊണ്ടുള്ള മാറ്റം ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ 41.5 ആയിട്ട് കുറഞ്ഞു. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്ത് റേറ്റ് കുട്ടികളുടെ ജനനത്തിൽ 43.77 ആയി. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ 14.4 ആയി. അത് അടുത്ത ഗ്രാഫിൽ നമുക്ക് ബാർ ചാർട്ട് കാണാം. അതായത് ഇത് ഏറ്റവും മേളിൽ നിന്ന സമയമായിരുന്നു നമ്മൾ 2011 ഇത് താഴോട്ട് പോയി 41. ഇത് ഓവർടേക്ക് ചെയ്തു. ഫസ്റ്റ് ടൈം ഇൻ ദി ഹിസ്റ്ററി ഇത് ഓവർടേക്ക് ചെയ്തു. ഇത് ആക്ച്വലി 2016 ഇത് ഞാൻ ആ ഡീറ്റെയിൽ സമയക്കുറവിലും കാണിച്ചിട്ടില്ല. എൻ്റെ എല്ലാ വർഷത്തെയും ഇതുപോലെ ഗ്രാഫ് ഉണ്ട്. എക്സാക്ട്ലി 2016 അത് പിന്നീട് ഒരു ഗ്രാഫിൽ നമുക്കൊരു ജസ്റ്റ് ഒരു കാണാൻ പറ്റും അതിന്റെ പ്രൊജക്ഷൻ എങ്ങനെ ചെയ്തിരുന്നെന്ന്. 2016 ഇത് ഓവർടേക്കിംഗ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പൊ അതിന്റെ ട്രെൻഡാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ബർത്ത് റേറ്റ് ഉള്ള ട്രെൻഡ് അപ്പൊ നമ്മൾ 2 വർഷത്തെയും കണ്ടു, 2011 2018. ഇതിന്റെ ട്രെൻഡ് ഹിന്ദുവിന്റെ ബർത്ത് റേറ്റിന്റെ ട്രെൻഡ് താഴോട്ടാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ബർത്ത് റേറ്റിന്റെ ട്രെൻഡ് മേലോട്ടാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഏതാണ്ട് ഇതിനെ നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ പാരലായിട്ട് താഴോട്ട് തന്നെ പോവുകയാണ്. ഒറ്റ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ ഓവറോൾ ഈ പല പ്രൊജക്ഷനിലും അല്ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇന്റർവ്യൂ റിപ്പോർട്ടിലൊക്കെ നമ്മൾ കണ്ടത് ഓവറോൾ കേരള പോപ്പുലേഷൻ നെഗറ്റീവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ആക്ച്വലി അതിന്റെ മേജർ കോൺട്രിബ്യൂട്ടർ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. കാരണം അതിന്റെ നമ്പേഴ്സിൽ വളരെ കൂടുതലാണ്. അതായത് മേലോട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി വളരെയധികം മേലോട്ട് പോകുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ നെഗറ്റീവേറ്റ് ചെയ്തുകൊണ്ട് വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദു കമ്മ്യൂണിറ്റി എന്നുള്ളത് കൊണ്ട് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇമ്പാക്ട് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഹിന്ദുസ് വിത്ത് അഗൻസ്റ്റ് മൈനോറിറ്റീസ്. ഇപ്പോൾ ഹിന്ദുസ് ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റിന്ന് ഓൾറെഡി അതിന്റെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിട്ട് മാറി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ആകെയുള്ള 2018 കണക്കനുസരിച്ച് 41 ആകെയുള്ള 100 കുട്ടികളിൽ ജനിക്കുന്നത് 41.5% ഹിന്ദുസും 58.17% കമ്പൈൻഡ് മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് ആണ്. അതായത് ഹിന്ദു ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് മെജോറിറ്റി. ആക്ച്വലി ഹിന്ദു ഈസ് ബിക്കമിങ് എ മൈനോറിറ്റി കമ്മ്യൂണിറ്റി. അതുകൊണ്ട് ഒരു ടോട്ടൽ സിസ്റ്റമിക് ചേഞ്ച് ആണ് നമ്മുടെ സോഷ്യോ എക്കണോമിക് സ്റ്റേച്ചറിൽ ഒരു ഭയങ്കര ഒരു സിസ്റ്റമിക് ചേഞ്ച് ആണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പനിങ് ഫോർ സോ മെനി ഇയേഴ്സ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മളിവിടെ കാണുന്നത്. കാരണവും അതിന്റെ എന്താ പറഞ്ഞ
അൾട്ടിമേറ്റ് റിസൾട്ടും രണ്ടും കൂടാണ് അത് വാട്ട് യു ആർ സീയിങ് ആക്ച്വലി. സോ ഇറ്റ് ഇസ് എ വെരി മേജർ ഇമ്പാക്ട്. ഇത് സാധാരണ മറ്റ് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കാണാൻ പറ്റും. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് ഇത് എടുത്തു കാണിക്കുന്നത്. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ 2015 വരെ ഇറ്റ് ഇസ് എ ഡിഫറൻറ്റ്. 2016 സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ഈ 2016 ഇത് ഹിന്ദുവിന്റെ ബർത്ത് റേറ്റ്, ഇത് മുസ്ലിം ബർത്ത് റേറ്റ്, ഇത് ക്രിസ്ത്യൻ ബർത്ത് റേറ്റ്. ഇവിടെ ഓവർടേക്കിംഗ് സംഭവിച്ചത് 2016 യു ക്യാൻ സീ ഇറ്റ് ഹിയർ. ഇവിടെ നിന്നാണ് 42.55 ആയിരുന്നു 2016, 43 ആയിരുന്നു 2017, 43.262 അതായത് സ്റ്റഡിലി ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ബർത്ത് റേറ്റ് സ്റ്റഡിലി ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ. 42.8 കഴിയുന്ന 41.88 ആയി, 41.7 ആയി, 41.4 സ്റ്റഡിലി ഇറ്റ് ഈസ് ഫാളിങ്. അപ്പോൾ ഈ ഗ്യാപ്പ് ഈസ് വൈഡനിങ്. സോ ദാറ്റ് ഈസ് വെരി എവിഡന്റ്. ദിസ് അഗെയിൻ ഒരു ട്രെൻഡ് മാപ്പാണ്. നമുക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. ഓരോ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുന്നത് ഫ്യൂച്ചറിലേക്ക്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രെൻഡ് ലൈനാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ഹിന്ദു ബർത്ത് റേറ്റ് ഈസ് ലോ കമ്മിങ് ഡൗൺ ആൻഡ് ഇതിന്റെ എല്ലാം ആവറേജ് വെച്ചിട്ടുള്ള എടുത്തിരിക്കുന്ന ഒരു ഫിഗറിന്റെ ബേസിലാണ് ഈ ട്രെൻഡ് ലൈൻ നമ്മൾ കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് അപ്പ്. ഇവിടെ 2015 ഞാൻ കാണിച്ച ഒരു പ്രസന്റേഷനിലെ ഗ്രാഫാണ് ഞാൻ വീണ്ടും ജസ്റ്റ് ഫോർ ഇൻട്രസ്റ്റ് ഞാൻ കാണിക്കുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എത്ര കറക്റ്റ് ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഞാനിവിടെ കാണിക്കുന്നത്. അന്ന് വരച്ചൊരു ട്രെൻഡ് ലൈനാണ് ഇപ്പൊ നമ്മുടെ ഈ ഗ്രാഫ് തന്നെ അന്നത്തെ ഗ്രാഫാണ്. 2015 പല സ്ഥലങ്ങളും കാണിച്ചുകൊണ്ടിരുന്ന ഒരു പ്രസന്റേഷന്റെ ഭാഗമാണ്. അവിടെ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ചപ്പോൾ നമ്മൾ കൃത്യമായിട്ട് 2016 ഓവർടേക്ക് ചെയ്യും എന്ന് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ആ ട്രെൻഡ് ലൈൻ യാഥാർത്ഥ്യമായെന്നാണ് നമ്മൾ മുമ്പ് കണ്ട ഗ്രാഫൊക്കെ ആക്ച്വൽ ഗ്രാഫാണ്. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലെ ഒരു പ്രൊജക്ഷൻ എപ്പോഴും എപ്പോഴും കറക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു തെളിവും കൂടെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ വെച്ചിരിക്കുന്നതാണ് ഈ ഗ്രാഫ്. ഇനിയും നമ്മൾ ഇപ്പൊ ബർത്ത് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. ഈ ബർത്ത് റേറ്റിലെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതിന്റെ പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ മാത്രം നമ്മൾ എടുക്കുകയാണ്. ഒന്ന് ഏജ് ഓഫ് മദർ, അത് ബർത്തുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. അത് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. അതായത് ഈ 15 മുതൽ 19 വയസ്സ് ഒരു കുട്ടി പ്രസവിക്കുമ്പോൾ, ഇതെങ്ങനെയാണ് ഈ ഫിഗർ കിട്ടുന്നത് വെച്ചാൽ, ഒരു കുട്ടി പ്രസവിക്കുമ്പോൾ ആ അമ്മയ്ക്ക് എത്രയാണ് പ്രായം എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ മറ്റൊരു ചോദ്യം ചോദിക്കും, ഒരു കുട്ടി പ്രസവിക്കുമ്പോൾ അത് ആദ്യത്തെ കുട്ടിയാണോ രണ്ടാമത്തെ കുട്ടിയാണോ, ഇങ്ങനെ പല ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇത്. ആ അമ്മയ്ക്ക് പ്രസവിക്കുമ്പോൾ ആ സമയത്ത് എന്താണ് പ്രായം എന്നുള്ളതിന്റെ ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫിഗർ, ഇത്രയും കുട്ടികൾ ജനിച്ചപ്പോൾ ആ അമ്മമാരുടെ പ്രായം 15-നും 19-നും ആയിരുന്നു. എണ്ണം കാണുന്ന നമ്പറാണ്. അതുപോലെ 20-24 വയസ്സിലുള്ള കുട്ടികൾ ജനിച്ചപ്പം അത് ഓരോ വിഭാഗത്തിനും ഞാൻ കാണിക്കുന്നുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഹിന്ദു വിഭാഗത്തിന്റെ, മുസ്ലിം വിഭാഗത്തിന്റെ ഇത്. അപ്പോൾ ഒരു ഹിന്ദുവിന്റെ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയോട്, ഇപ്പൊ ഈ ഗ്രൂപ്പിൽ പെടുന്ന ഒരു അമ്മ ഹിന്ദുവാണ് ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ, ആ സ്ത്രീയുടെ അമ്മയുടെ പ്രായം ബിറ്റ്വീൻ 20-24 ആയിരിക്കും. അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 20-24 അങ്ങനെയാണ്. അപ്പൊ ഈ അമ്മയുടെ പ്രായവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് അടുത്ത ഗ്രാഫിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ 20-24 ഇടയ്ക്ക് പ്രായമുള്ള അമ്മമാരിൽ മുസ്ലിം കമ്മ്യൂണിറ്റി, ആക്ച്വലി നമ്മൾ അറിയേണ്ടത് ഈ കമ്മ്യൂണിറ്റി, ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആകെ നമ്മൾ 2011 നേരത്തെ കണ്ടതിനകത്തൊക്കെ ദേവർ ഓൺലി അറൌണ്ട് 27-28% മാത്രമേ ആകെ ഇതുള്ളൂ. ഹിന്ദു കമ്മ്യൂണിറ്റി 55%ഓളം ഉണ്ട്. പക്ഷെ ഈ 20-24 ഏജ് ഗ്രൂപ്പിലുള്ള അമ്മമാർ പ്രസവിക്കുമ്പോൾ എണ്ണത്തിൽ എത്ര കുറവായിരിക്കും അമ്മമാരെന്ന് ആലോചിച്ചു പോകും. പക്ഷെ അതിന്റെ ബർത്ത് റേറ്റിൽ ഏറ്റവും കൂടുതൽ ആ ഒരു കമ്മ്യൂണിറ്റി മുന്നിൽ നിൽക്കുന്നു. അതേസമയത്ത് 25-29 ഹിന്ദു കമ്മ്യൂണിറ്റി മുന്നിലാണ്. ഇതിന്റെ അടുത്ത ഗ്രാഫിലേക്ക് നമുക്ക് വരാം. അപ്പൊ കുറച്ചുകൂടെ വ്യക്തമാവും. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം. അതേ ആക്ച്വൽ അത് തന്നെയാണ് സംഭവം. പക്ഷെ ഇത് ഒരു പീക്കായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് പീക്ക് ചെയ്തിരിക്കുന്നത് അറിയാനാണ്. അതായത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പീക്ക് ചെയ്തിരിക്കുന്നത് 20-24 ഇയേഴ്സ് ഉള്ള അമ്മമാരുടെ പ്രായമുള്ളപ്പോഴാണെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റി 25-29 ആണ് പീക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രധാന റീസൺ അതിന്റെ ഇതിനകത്ത് ഇല്ലെങ്കിലും അതിന്റെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ അനാലിസിസിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത്, ഈ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രായം ഒരു 19, 20, 21, 24 വയസ്സിനിടയ്ക്കുള്ള വിവാഹം കഴിച്ച് കുട്ടികൾ ഉണ്ടാകുന്നത് കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അത് വരുന്നത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി. അതേസമയം ഹിന്ദു പെൺകുട്ടികൾ ഇവിടെ ലേറ്റ് ആയിട്ട് മാരി ചെയ്യുന്നു. അതുകൊണ്ടാണ് 25-29 ഏറ്റവും കൂടുതൽ കുട്ടികൾ ജനിക്കുന്നുള്ളത്. മാരേജിന്റെ ഡിലേ കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണെന്നുള്ളത് സോഷ്യലി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് ഇവിടെ നമ്മളത് വ്യക്തമായിട്ട് അതിന്റെ ആക്ച്വൽ ഫിഗർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് മദർ, ഞാൻ നേരത്തെ പറഞ്ഞ ഏജ് ഓഫ് മദർ ഹിന്ദു മദേഴ്സ് 25-29 ആണ്. ഏജ് ഓഫ് മദർ മുസ്ലിം മദേഴ്സ് 20-24 ആണ്. ഇത് ബർത്ത് ഓർഡർ എന്ന് പറയും. ഞാൻ വളരെ പെട്ടെന്ന് പോകുന്നത് സമയക്കുറവ് മൂലമാണ്. എനിക്കൊന്ന് 7:30 നിർത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബർത്ത്
ബർത്ത് ഓർഡർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യത്തെ കുട്ടിയാണോ, രണ്ടാമത്തെ ആണോ, മൂന്നാമത്തെ ആണോ, നാലാമത്തെ ആണോ, ഇങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്. അതെല്ലാ കമ്മ്യൂണിറ്റിയുള്ള അമ്മമാരോട് ചോദിക്കുമ്പം നമ്മൾ ഈ ഒന്നാമത് കാണുന്ന ഒരു ആദ്യത്തെ കുട്ടി, അമ്മ പറയും എന്റെ ആദ്യത്തെ കുട്ടിയാണെന്ന് പറയുന്നവരുടെ കാര്യമാണിത്, എന്റെ രണ്ടാമത്തെ കുട്ടിയാണെന്ന് പറയുന്നവരുടെയാണിത്, മൂന്നാമത്തെ കുട്ടിയാണെന്ന് അങ്ങനെയാണിത്. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ കാണുന്നത്, ഒരു കുട്ടി, ഏറ്റവും കൂടുതൽ ജനിച്ച കുട്ടികളിൽ ഒരു കുട്ടി ഉള്ളതിൽ ഹിന്ദുക്കളാണ് കൂടുതൽ. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് കംസ് മുസ്ലിം കമ്മ്യൂണിറ്റി, ദെൻ ക്രിസ്ത്യൻ. അതേ സമയത്ത് ഈ സെക്കൻഡ് കുട്ടിയുടെ കാര്യം വരുമ്പോൾ സഡൻ ഫാൾ ആണ് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ, വളരെ യു കാൻ സീ ദി ഫാൾ. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഫാൾ ഉണ്ട്, പക്ഷേ നോട്ട് മാർജിനൽ, ഇവിടെയും മാർജിനലാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു തേർഡ് ചൈൽഡ് ആണ് ജസ്റ്റ് സീ ദി ഡിഫറൻസ്. ഇവിടെ നമ്മൾ ഹിന്ദു കമ്മ്യൂണിറ്റി വളരെ താഴെ പോയി, ആക്ച്വലി ഓൾമോസ്റ്റ് ഡിസപ്പിയർ എന്ന രീതിയിലേക്ക് പോയി. പക്ഷേ സ്റ്റിൽ ഇവിടെ ഗ്രോത്ത് റേറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട്. ക്രിസ്ത്യൻസ് ആർ സ്റ്റിൽ ദേ ആർ കാച്ചിങ് അപ്പ്. സി നമ്മൾ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു കമ്മ്യൂണിറ്റി എവിടെയായിരുന്നു, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എവിടെയായിരുന്നു നോക്കൂ ഇവിടെ. അതേസമയത്ത് ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റി എവിടെ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എവിടെ നോക്കൂ. അതുപോലെ ഓരോ കമ്മ്യൂണിറ്റിയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദിസ് ഓൾസോ അനദർ ഇഷ്യൂ. ആക്ച്വലി നമ്പർ ഓഫ് ചിൽഡ്രൻ കുറവാണ്, ഈ ഒരു ഏത് കമ്മ്യൂണിറ്റിയിൽ കുറവാണ്, എത്ര കുട്ടികളുണ്ട്. അതുപോലെ നാലാമത്തെ കുട്ടിയുടെ കാര്യത്തിൽ ആക്ച്വലി ഈ രണ്ട് കമ്മ്യൂണിറ്റീസ് ഓൾമോസ്റ്റ് ഡിസപ്പിയർഡ്, ക്രിസ്ത്യൻസ് ആൻഡ് ഹിന്ദുസ്. പക്ഷേ വളരെ പ്രിവലന്റ് ആയിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി സ്റ്റിൽ ദയർ. 5 മുതൽ മേലോട്ടാണ്, ഗ്രാഫ് സ്ഥലമില്ലാത്തതാണ്. ഐ ഹാവ് നോട്ട് ഗോൺ ബിയോണ്ട് 5. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ആക്ച്വലി ഈ വ്യത്യാസം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ അമ്മമാരുടെ പ്രായം, അതായത് വിവാഹം കഴിക്കുന്ന ഒരു പ്രായം ഒരു ക്രിട്ടിക്കൽ ഫാക്ടർ ആണെങ്കിൽ, ഇവിടെ നമ്മൾ കാണുന്നു നമ്പർ ഓഫ് കുട്ടികൾ ഉണ്ടാവുന്നതും ഒരു വളരെ ക്രിട്ടിക്കൽ ഫാക്ടറാണ്. അതായത് many few families have only third child, fourth child like that in Hindu community, whereas in Muslim community they have more number of children in many families. ഇതാണ് ഒന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞതിന്റെ കാരണം കൊണ്ട് തന്നെ ഇതും സംഭവിക്കുന്നുണ്ട്. കാരണം ഡിലേഡ് മാരേജ് കൊണ്ട് ഫെർട്ടിലിറ്റി പീരീഡ് കുറയുന്നു ഒരു യുവതിയുടെ എന്നുള്ളത് കൊണ്ട്, ഗർഭം ധരിക്കാൻ കിട്ടുന്ന സമയം കുറവായത് കൊണ്ട് തന്നെ ഈ നേരത്തെ വിവാഹിതയാകുന്ന ഒരാളെക്കാട്ടിൽ കുറച്ച് കുട്ടികൾ മാത്രമേ താമസിച്ച് വിവാഹിതയാകുന്നവർക്ക് ഉണ്ടാവുകയുള്ളൂ എന്നും ഒരു കാരണം ഇതിൽ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ അത് ഞാൻ നേരത്തെ ഒരു നേരത്തെ പറഞ്ഞ പെഗ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. 100ൽ പെഗ് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ ഓരോ കമ്മ്യൂണിറ്റിയിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് കാണാം. അതായത് ഒരു കുട്ടി, 2 കുട്ടി, 3 കുട്ടി, 4 കുട്ടി, 5 കുട്ടി വരുമ്പം ഏത് കമ്മ്യൂണിറ്റിയാണ് പ്രിവെയിലിംഗ് ആൻഡ് പ്രോമിനന്റ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അതായത് കുട്ടികളുടെ എണ്ണത്തിൽ കൂടുന്തോറും ഏത് കമ്മ്യൂണിറ്റിയാണ് അവിടെ പ്രിവെന്റ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇതൊക്കെ അനലൈസ് ചെയ്ത് വളരെയധികം ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ സമയക്കുറവെല്ലാം വളരെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് നമ്മൾ അത് ചെയ്തു. ഇതിൽ നിന്ന് നമ്മൾ കാണുന്നത് വെച്ചാൽ ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട്, അതിന്റെ കാരണം നമ്മൾ കാണുന്നു. ജനസംഖ്യയിലെ വ്യത്യാസം, ഓരോ കമ്മ്യൂണിറ്റി വൈസ് വ്യത്യാസം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ മറ്റു ചില അഡീഷണൽ ഡീറ്റെയിൽസ് കൂടെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. വായിച്ചു കാണും എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു. ഇത് കുട്ടികളുടെ ജനനവും ഇത് ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ടൊരു ഗ്രാഫാണ്. അതായത് മാരേജിന്റെ ഇയർ, അതായത് വിവാഹിതയായി 0 മുതൽ 4 വരെ, 4 വർഷത്തിനകത്താണ് ഏത് മാരീഡ് കപ്പിളിലും കുട്ടികൾ കൂടുതൽ ഉണ്ടാവുന്ന ഒരു വേറൊരു റിസർച്ചാണ്. 54.22% കുട്ടികൾ ഉണ്ടായത് ശരിക്കും വിവാഹത്തിന് 4 വർഷം വരെയുള്ള സമയത്താണ്. 5 മുതൽ 4 വരെയുള്ള വിവാഹപ്രായത്തിലാണ്, വിവാഹം കഴിഞ്ഞിട്ടുള്ള സമയത്താണ്, പീരീഡിലാണ് 30%. പിന്നെ അത് കുറയാണ്. അതായത് ഒരു 15 വർഷം കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ 10 മുതൽ തന്നെ നമുക്ക് ഇടാം, 10 കഴിഞ്ഞ്, അതായത് വിവാഹം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ മരണത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ജനസംഖ്യ മാറ്റം വരുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ ഞാൻ പറഞ്ഞു, മരണമാണ്. മരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2018 സ്ഥിതിയാണിത്. ഇത് ഫിഗേഴ്സിലാണ്. 2,58,530 പേരാണ് കേരളത്തിലാകെ മരിച്ചിരിക്കുന്നത്. ഓരോ വിഭാഗത്തിൽ എത്ര പേര് മരിച്ചു നമുക്ക് കാണാൻ പറ്റും. അവിടെ ശതമാനം ഇത് നോക്കൂ. ഈ ആകെ മരിച്ചവരിൽ 60.5% ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി 19.15, ക്രിസ്ത്യൻസ് 19.87. വലിയ വ്യത്യാസമില്ല. പക്ഷെ ഇത് ബർത്ത് റേറ്റിൽ വളരെ കുറവും ഡെത്ത് റേറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രത്യേകതയാണ്. ഇത് സ്ക്യൂഡ് അല്ല, ഒരു തെറ്റോ മിസ്റ്റേക്കോ ഒന്നും അല്ല. വർഷങ്ങളായിട്ട് ഈ ട്രെൻഡാണ്. അത് എൻ്റെ പല സ്റ്റഡിയിലും അത് കണ്ടിട്ടുണ്ട്. ഇതാണ് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാക്കാനുള്ളത്. മരണത്തിന്റെ നിരക്ക് എത്രത്തോളം നമ്മൾ 100% ഒരു പൈ ചാർട്ടിൽ നമ്മൾ ഇതാണ് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ മരണനിരക്കെങ്കിൽ ഇതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ, ഇതാണ് ക്രിസ്ത്യൻ നിരക്ക്. അതായത് വളരെ വലിയ മരണം, നമ്മൾ കാണുന്ന മരണങ്ങളിൽ ബഹുഭൂരിപക്ഷം മരണവും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ മരണമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അത് തന്നെ ഒരു ബാർ ചാർട്ടിൽ കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകും ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ മരണം, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മരണം. അതിന് പല കാരണങ്ങളുണ്ട്. ഡോക്ടറൊക്കെ ഇവിടെ നമ്മളിത് പല പ്രാവശ്യം ചർച്ച ചെയ്ത വിഷയമാണ്. ഇത് ബർത്തും ഡെത്തും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്യണം. ഈ ഹിന്ദു, മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി
ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ബർത്ത് റേറ്റ് ഇസ് ഓൺലി 41.5, വേറെ ഡെത്ത് റേറ്റ് 60.55. അപ്പൊ ഇവിടെ കുറവും ഇവിടെ കൂടുതലുമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ബർത്ത് റേറ്റ് ഇസ് 43.77, മോർ ദൻ ഹിന്ദു കമ്മ്യൂണിറ്റി, ബട്ട് ദെയർ ഡെത്ത് റേറ്റ് ഇസ് ഫാർ ബിലോ 19.15. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ബർത്ത് റേറ്റ് ഇസ് 14.1, ബട്ട് ഡെത്ത് റേറ്റ് ഇസ് 19.87. അവരുടെയും ബർത്ത് റേറ്റിലും കൂടുതലാണ്. പക്ഷെ നമ്മുടെ ആയിട്ടുള്ള കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് സീരിയസ്. ഇവിടെ വളരെ പോസിറ്റീവാണ്. ഇത് ഓരോ വർഷം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പല രീതിയിലുള്ള നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ഞാൻ അനലൈസ് ചെയ്ത് നോക്കി. ഇറ്റ് ഇസ് 100% ട്രൂ. അല്ലാതെ ഇത് ഒരു വർഷം കൊണ്ടല്ല. ഞാൻ ഈ 2018 എടുത്തെങ്കിലും കഴിഞ്ഞ 2007 മുതൽ ദിസ് ട്രെൻഡ് ഇസ് കണ്ടിന്യൂയിങ്. മറ്റു പല ഡോക്യുമെന്റ്സും ഡേറ്റയും എല്ലാം കൊറോബറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് പലപ്പോഴും ചില ആളുകൾ ഇത് തർക്കിക്കുന്നുണ്ട്, ഇങ്ങനെ വരില്ല. പക്ഷേ ഇറ്റ് ഇസ് എ ഫാക്ട്. ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഈ എന്താ പറയാ പോപ്പുലേഷൻ കുറയുന്നതിന് ഈ ബർത്ത് റേറ്റ് കുറയുന്ന പോലെ തന്നെ പ്രധാനമാണ് ഡെത്ത് റേറ്റ് കൂടുന്നതെന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നുള്ളൂ. അതിനൊക്കെ ഞാൻ പോകുന്നില്ല. മരണകാരണങ്ങള് അത് 2 പ്രധാന മരണകാരണങ്ങള് ക്യാൻസറും ഹൃദയാഘാതവും. അത് ഡിസ്ട്രിക്ട് വൈസ് ഞാൻ എടുത്തിരിക്കുകയാണ് ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. അതായത് നമുക്കിവിടെ കാണേണ്ടത് ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം ഉണ്ടാകുന്ന ഒരു ജില്ല പാലക്കാട് ജില്ലയാണ്. അവിടെ ക്യാൻസറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആലുവയിലാണ്. ഇത് പ്രദേശം അനുസരിച്ച്, ജില്ല മാത്രമല്ല, ഇത് ആക്ച്വലി പർട്ടിക്കുലർ ഡോക്യുമെന്റേഷൻ ബേസ് ചെയ്തിട്ടുള്ള കിട്ടിയിരിക്കുന്ന ചില പ്രദേശങ്ങളെയും ചിലടത്ത് ചില ജില്ല, ചിലടത്ത് ചില പഞ്ചായത്ത്, അല്ലെങ്കിൽ ചിലടത്ത് ചില സ്ഥലം, അങ്ങനെയാണ്. ഏറ്റവും ക്യാൻസർ ബാധിച്ച് മരിക്കുന്ന ആളുകൾ കേരളത്തിൽ ആലുവയിലാണ്. ഹൃദയാഘാതം മൂലം മരിക്കുന്നത് ഏറ്റവും കൂടുതൽ പാലക്കാടാണ്. പക്ഷെ ഈ പറഞ്ഞ ജില്ലകളൊന്നും കുറവല്ല. അതായത് ചില സ്ഥലങ്ങളാണ്. നെയ്യാറ്റിൻകര ഫോർ എക്സാമ്പിൾ, ഇവിടെ പുനലൂർ, മാവേലിക്കര, ഇത് ഞാൻ എടുക്കുകയാണെങ്കിൽ പാല, വൈക്കം, ഇവിടെ ഇരിഞ്ഞാലക്കുട. ഇവിടെ ഞാൻ കാണിക്കാനുള്ള കാരണം പലപ്പോഴും നമ്മള് ലൈഫ് സ്റ്റൈലിന്റെ വ്യത്യാസം കൊണ്ടാണ്. അതുകൊണ്ട് സിറ്റി ലൈഫിലാണ് ആൾക്കാർക്ക് കൂടുതൽ അസുഖങ്ങൾ വരുന്നതെന്നുള്ളത് തെറ്റിദ്ധാരണയാണെന്നുള്ളതിന്റെ ആണ്. ഇവിടെ തിരുവനന്തപുരം സിറ്റിയാണ്. ഇവിടെ നോക്കൂ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അതുപോലെ കൊച്ചി കോർപ്പറേഷൻ, ഇതിലൊക്കെ ഏറ്റവും കുറവാണ്. ഇത് നോക്കൂ, ഇവിടെ ഹൃദയാഘാതവും ക്യാൻസറും ഒക്കെ കുറവാണ്. അതുപോലെ കോഴിക്കോട് നമുക്കിവിടെ കാണാൻ സാധിക്കും. കോഴിക്കോട് കോർപ്പറേഷൻ്റെ വളരെ കുറവാണ്. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ പൊതുവെ ഉണ്ട് ആളുകളുടെ ഇടയിൽ. സിറ്റി ലൈഫിലാണ് ആളുകൾ കൂടുതലും മരിക്കുന്നത്. ക്യാൻസർ മൂലം കാരണം പൊല്യൂഷൻ, മറ്റത് ഹൃദയാഘാതം, ലൈഫ് സ്റ്റൈൽ കാരണം. പക്ഷേ അത് തെറ്റിദ്ധാരണയാണെന്നുള്ളത് കേരളത്തിലെ ഈ പറഞ്ഞ റെക്കോർഡുകളിൽ നിന്നല്ല. ഇത് പല വർഷത്തെ റെക്കോർഡുകൾ ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഇത് ഡിസ്ട്രിക്ട് വൈസ് ടോട്ടൽ ഡെത്ത് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു പല രീതിയിൽ കൊറാബറേറ്റ് ചെയ്യാമെന്നുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഹയസ്റ്റ് ഡെത്ത് റേറ്റും ഏറ്റവും കുറവ് ഡെത്ത് റേറ്റ് ഉള്ള സ്ഥലം മലപ്പുറം ജില്ലയാണ്. ഇത് ജില്ലയിലെ ടോട്ടലാണെന്ന്. അപ്പം ഒരു ജില്ലയിലുള്ള ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഇമ്പാക്ട് ആണ് അതിനകത്ത് കാണുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കൊറോബറേറ്റ് ചെയ്യുന്ന മറ്റൊരു എവിഡൻസ് കൂടാണിത്. ഇത് ഇനി അടുത്തത് നമ്മൾ ഈ ബർത്ത് ഡെത്തിൽ നിന്ന് നമ്മൾ ഇനി സോഷ്യോ എക്കണോമിക് ഫാക്ടറിലേക്ക് പോവാണ്. പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇനി സോഷ്യോ എക്കണോമിക് ഫാക്ടറിലേക്ക് നമുക്ക് പോകാം. ഇത് ബേസ്ഡ് ഓൺ 2014 റിസർച്ച് പേപ്പേഴ്സ് ആണ്. ഇത് മറ്റ് പല ഗവൺമെന്റ് ഡേറ്റ ഒക്കെ വളരെ കുറവാണ്. പക്ഷെ പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സും പുറപ്പെടുവിച്ചിരിക്കുന്ന പല റിസർച്ച് പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ റിസർച്ച് പേപ്പറാണ് മെയിൻലി ഞാൻ ഇതിന് ആധാരമാക്കിയിരിക്കുന്നത്. അതിന്റെ ബേസിൽ നമ്മുടെ കേരള ഇമിഗ്രൻസ്, കേരളത്തിന് പുറത്തേക്ക് വിദേശത്തേക്ക് പോയിരിക്കുന്ന മലയാളികൾ ആകെ 24 ലക്ഷം. ഇത് ഈ വരുന്ന ഡേറ്റ ഒക്കെ 2014 അതിനുശേഷം നമ്മളൊരു ഒതന്റിക് ഡേറ്റ കിട്ടിയിട്ടില്ല, ചെറിയൊരു ഡേറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 24 ലക്ഷം ഉണ്ടായിരുന്നു ടോട്ടല് വിദേശത്തേക്ക് പോയവര്. അതിൽ ഹിന്ദു കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി, ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ടോട്ടൽ പോപ്പുലേഷൻ ഓൾമോസ്റ്റ് 54% ഉള്ള സമയത്ത് പോലും വിദേശത്തേക്ക് പോയിരിക്കുന്ന എണ്ണത്തിൽ ദേ ആർ ഫാർ ബിഹൈൻഡ്. അത് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ കമ്മ്യൂണിറ്റി വേരിയേഷൻ അവിടെയും കാണുന്നുണ്ട്. നമ്മൾ ബർത്തിലും ഡെത്തിലും ഒക്കെ കാണുന്ന പോലെ തന്നെ ഈ പുറത്ത് ജോലിയിൽ അന്വേഷിച്ച് പോകുന്നവരും ഒക്കെ ഉണ്ട്. ഇന്റേണലി ഏറ്റവും കൂടുതൽ പോകുന്നത്, അതായത് ഭാരതത്തിനുള്ളിൽ മറ്റ് കേരളത്തിന് പുറത്തേക്ക് പോയിരിക്കുന്നവരുടെ കണക്കാണ് ഈ മൈഗ്രൻസ് ഇന്റേണൽ എന്ന് പറയുന്നത്. ആകെ 7 ലക്ഷം പേരെ പോയിട്ടുള്ളൂ. അതിൽ ബഹുഭൂരിപക്ഷം ഹിന്ദു കമ്മ്യൂണിറ്റി എന്നാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ കുറവാണ് അവിടെ. പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് പോയിരിക്കുന്നത്. അപ്പൊ റിലിജിയൻ വൈസ് പോപ്പുലേഷൻ എമിഗ്രേഷൻ, നമ്മുടെ പോപ്പുലേഷന്റെ അന്നത്തെ പെർസെന്റേജ് 56% പോപ്പുലേഷൻ ഉള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് 36% ആൾക്കാർ മാത്രമേ വിദേശത്തേക്ക് പോയിട്ടുള്ളൂ. അതേസമയം 26.6% മാത്രം പോപ്പുലേഷൻ ഉള്ള മുസ്ലിം കമ്മ്യൂണിറ്റി 41% ആളുകൾ വിദേശത്തേക്ക് പോയി. 19% മാത്രമുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി 22% ആൾക്കാർ വിദേശത്തേക്ക് പോയി എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ റെമിറ്റൻസ്, കാരണം കേരളത്തിലെ ജോലിയെ കുറവാണ്, വിദേശത്തു നിന്നുള്ള റെമിറ്റൻസ് ആണ് കൂടുതൽ. അതിന്റെ ഒരു കണക്കാണ് ഈ കാണിക്കുന്നത്. റെമിറ്റൻസ് ഇൻ ക്രോർസ് ഓഫ് റുപ്പീസ് ആണ്. ഇതൊരു വർഷത്തെയാണ്. 22,137 കോടി 25,000. ഇത് ഓരോ വിഭാഗത്തിനും അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നതിന്റെ ഒരു കണക്കാണിത്. ഇതൊരു റിസർച്ച് ബേസ്ഡ് ആണ്, പക്ഷെ ഓതന്റിക് ആണ്. ആവറേജ് റെമിറ്റൻസ് പെർ ഹൗസ് ഹോൾഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു ഹൗസ് ഹോൾഡിന് എത്ര കിട്ടി റെമിറ്റൻസ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടതിനകത്ത് നോക്കൂ, ഇവിടെ ടോട്ടൽ എമൗണ്ടിൽ ഹിന്ദു കമ്മ്യൂണിറ്റി കൂടുതൽ കിട്ടിയെങ്കിലും നമുക്കിവിടെ കാണേണ്ടത്
ഹൗസ് ഹോൾഡ് ഒരു കുടുംബമായിട്ട് നോക്കുമ്പം 57,000 ആവറേജ് 57,000 രൂപ ഒരു ഹിന്ദു കുടുംബത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് കിട്ടുന്ന 1,44,000 രൂപയാണ്. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലേക്ക് വരുന്ന 1,10,000 സീ ദി ഡിഫറൻസ്. പിന്നെ ഹൗസ് ഹോൾഡ് റെമിറ്റൻസ് അഡ്രസ് ഇത് ടോട്ടൽ ഞാൻ നേരത്തെ നമ്മൾ എടുത്ത കമ്മ്യൂണിറ്റി വൈസ് ആണത്. ഏറ്റവും കൂടുതൽ ഫോറിൻ റെമിറ്റൻസ് കിട്ടുന്ന സുന്നി മുസ്ലിംസ് ആണ്. ഇത് പിന്നെ ടോട്ടൽ മുസ്ലിംസ് ആണ്. അത് കഴിഞ്ഞാൽ മർത്തോമ സിറിയൻ, ഓർത്തഡോക്സ്, സീറോ മലബാർ, ഷിയ. ഇവിടെ ഷിയ മുന്നിൽ കയറി നമ്മൾ കാണണം. അവിടെ പോപ്പുലേഷൻ വളരെ താഴെ കിടന്ന ഷിയ ഇവിടെ മുന്നിലേക്ക് വന്നു. ദെൻ പെന്തക്കോസ്റ്റ്, ലാറ്റിൻ കാത്തലിക്സ്, ക്രിസ്ത്യൻസ്. സോ ഫാർ നോ ഹിന്ദു. ഇവിടെ ഇത്രയും സ്ഥലത്ത് മെജോറിറ്റി വരുന്ന റെമിറ്റൻസിനകത്ത് ഇതുവരെ ഹിന്ദു കമ്മ്യൂണിറ്റി വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ഇറ്റ് നായേഴ്സ് വരുന്നു, ദെൻ ഈഴവാസ് വരുന്നു, പിന്നെ ജാക്കബൈറ്റ്, സിറിയൻ, ഇങ്ങനെ പോകുന്നതാണ്. ഓവറോൾ ഹിന്ദുസിന്റെ ആണ്. ഇങ്ങനെ ഏറ്റവും കുറവ് SC/ST വിഭാഗത്തിലുള്ള സഹോദരന്മാർക്കാണ് ഏറ്റവും കുറവ് റെമിറ്റൻസ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സാമ്പത്തികമായിട്ട് ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് സംഭവിക്കുന്നുണ്ട്. ജനസംഖ്യാപരമായിട്ടൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് മരണത്തിലും വ്യത്യാസം, ജനനത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക് മാറ്റേഴ്സ്, റെമിറ്റൻസ്, വരുമാനത്തിലും ഒരു വലിയ മാറ്റം ഉണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെ പോവേർട്ടിയാണ് ഇത്. റിവേഴ്സ് ഓഫ് പിന്നെ എന്താ പറയാ റിച്ച്നെസ്. പോവർട്ടി എടുത്തിരിക്കുകയാണ്. ഒരു പോവർട്ടിയുടെ കണക്ക് അത് ഹൗസ് ഹോൾഡ് ഇൻകം ബേസ് ചെയ്തിട്ടാണ്. അത് യു ക്യാൻ സീ ദാറ്റ് SC/ST ആണ് ഏറ്റവും മോസ്റ്റ് പുവർ, ദെൻ ലളിത് ക്രിസ്ത്യൻസ്. ഇവിടെ നമ്മൾ ചില പ്രത്യേക ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ദളിത് ക്രിസ്ത്യൻസ്, ഈവൻ ദോ ക്രിസ്ത്യൻ മെജോറിറ്റി ഓഫ് ദി അവരുടെ എല്ലാം വളരെ ഹൈ ഇൻകം ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ദളിത് ക്രിസ്ത്യൻസ് ആക്ച്വലി സ്റ്റിൽ ദേ ആർ ഫാളിംഗ് ബിഹൈൻഡ്. അപ്പൊ അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിയുടെ ആണ് അത്. ഇത് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ. കുമാർജി ഒന്ന് സ്പീഡപ്പ് ചെയ്താൽ നല്ലതായിരുന്നു. കഴിഞ്ഞു 2 മിനിറ്റ്. ഞാൻ 7:30 നിർത്തും. അതിനു വേണ്ടിയിട്ടാണ് ഓടുന്നത്. ജനനത്തിലും മരണത്തിലും ഈ സ്ഥിതിവിവര കണക്കുകളിൽ ഹിന്ദു സമീപ ഭാവിയിൽ ന്യൂനപക്ഷമായി മാറുമെന്നതിലുപരി എല്ലാ സ്ഥിതിവിവര കണക്കുകളും ആശങ്കാജനകമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. ഈ വിനാശകരവും അതിവീര പരിവർത്തനത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നാം ഓരോരുത്തരും ഒരു തിരുത്തൽ പ്രക്രിയ ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം തീരുവാണ്. ഇതാണ് എന്റെ ക്രെഡിറ്റ്സ്. ഒന്ന് സെൻസസ് ഓഫ് ഇന്ത്യ, ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, കേരള മൈഗ്രേഷൻ സർവേ 2014, റിലീസ് ഡിനോമിനേഷൻ ഓഫ് കേരള, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, സെന്റർ ഫോർ പോളിസി സ്റ്റഡീസ്. ഇത് ആണ് റെഫറൻസ്. ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച്. ഈ സാമ്പത്തികത്തിൽ ഉണ്ടായ ഈ വളർച്ചാ നിരക്ക് ഏത് വർഷം മുതലാണെന്ന് പറയാൻ പറ്റുമോ? ഏകദേശം ഏത് മുതൽ കാണുന്നതാണ്? ഏത് വളർച്ചാ നിരക്ക് ഉദ്ദേശിക്കുന്നത്? ഈ അവരുടെ ഇൻകത്തിന്റെ ഒരു തുടക്കത്തിൽ പറഞ്ഞല്ലോ 1961 മുതലാണ് ഈ ജനസംഖ്യയിലും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും അത് രാഷ്ട്രീയമായിട്ട് എല്ലാ മേഖലയിലും വ്യത്യസ്തമായിട്ട്, അതായത് കേരളത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു ബാലൻസ് തെറ്റി മറ്റു പുതിയ വ്യവസ്ഥിതിയിലേക്ക് മാറിയത് നമ്മുടെ ജനാധിപത്യ രീതിയിലുള്ള സർക്കാരുകൾ വരികയും അതിന് ചില കാരണങ്ങളുണ്ട്. രാഷ്ട്രീയ വിശദീകരണം വേണ്ടി വരും അതിന്. അപ്പൊ അത്തരത്തില് ഈ പിന്നെ ഇടതും വലതും രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ച സമയത്ത് ഈ ന്യൂനപക്ഷങ്ങൾ ചെലുത്തിയ ഇൻഫ്ലുവൻസ് ആണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അത് നമ്മൾ മറ്റൊരു രീതിയിൽ അത് അവതരിപ്പിക്കുന്നത് ഈ കൃഷി ഇറക്കുന്ന വിഷയം പോലാണ്. അതായത് രാഷ്ട്രീയത്തിൽ പൈസ മുടക്കി കൃഷി ഇറക്കി എന്നാണ് നമ്മളത് വേറൊരു തരത്തിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കിട്ടിയ ഒരു ഗുണമാണ് ആ കൃഷി ഇറക്കിയതിന്റെ കൊയ്ത്തുകാലമാണ് പിന്നീടുണ്ടായത്. അതിന്റെ അനുഭവമാണ് ഒന്ന്. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞു പെട്രോൾ ഡോളറിന്റെ ഇമ്പാക്ട്. വിദേശത്ത് പോയി ജോലി ചെയ്യാൻ, അത് വിദേശികൾ ആരെ പോയെന്നൊക്കെ ഞാൻ പിന്നീട് കാണിച്ചതിന്റെ കാരണം അതാണ്. വിദേശത്തേക്ക് കൂടുതൽ ആൾക്കാർ മുമ്പത്തെക്കാട്ട് കൂടുതൽ പോകാനുള്ള സാധ്യത, പെട്രോൾ ഡോളറിന്റെ ഒരു വളർച്ച, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ സാമ്പത്തികമായിട്ട് ഉന്നമനം വന്നതോടുകൂടി വിദ്യാഭ്യാസത്തിലുണ്ടായ മാറ്റങ്ങളാണ് കഴിഞ്ഞ 10 വർഷമായിട്ടാണ് എടുക്കുമ്പോൾ അതിനകത്ത് ഈ പല സമയത്തായിട്ടുണ്ടായ സാമ്പത്തിക വളർച്ചയുടെ ഭാഗമായിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവരാൻ സാധിച്ചു. അത് നമ്മൾ വലിയൊരു ചർച്ച, വേറൊരു വിഷയമാണ് ഞാൻ അതിനകത്ത് കാണിച്ചിട്ടില്ല. അതിനകത്ത് ഒരുപാട് ഡേറ്റ നമുക്കുണ്ട്. അതിനകത്ത് ചെറിയൊരു ഡേറ്റ മാത്രം ഞാനിപ്പോൾ പറയാം. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ പിന്നോക്കം പോയത് ഹിന്ദു സമൂഹമാണ്. വളരെ ചെറിയ ശതമാനത്തിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോയി. മുസ്ലിം സമൂഹത്തിന്റെ ഇപ്പൊ ഞാൻ ഒറ്റ പ്രൊഫഷൻ മാത്രം എടുക്കുകയാണ്, ഡോക്ടർ, ബിക്കോസ് ഡോക്ടേഴ്സ് ആർ ഹിയർ. അപ്പോൾ മെഡിസിന് പഠിക്കുന്ന കുട്ടികളിൽ ഇന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ മോർ ദാൻ 55% സ്റ്റുഡൻസും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, അത് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമാണ്. അത് വി ആർ ജസ്റ്റ് അറൌണ്ട് 10-15% മാത്രമേ ഹിന്ദുസ് ഉള്ളൂ. അപ്പൊ ഫ്യൂച്ചർ ഈസ് ആക്ച്വലി ഈ മോസ്റ്റ് ഓഫ് ദി പ്രൊഫഷൻസ് എന്ന് പറയുന്നതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്. ഇൻക്ലൂഡിങ് ഒരു ഡോക്ടർ, ഹിന്ദു ഡോക്ടറെ കാണാനായിട്ട് കേരളത്തിലല്ല, കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏത് പ്രൊഫഷൻ എടുത്തോളൂ, അതുപോലെ ഈവൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇതിലെല്ലാം നമ്മൾ ഈ ഒരു മാറ്റം കാണുന്നുണ്ട്.
അത് ആരും നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇത്തരം പഠന കേന്ദ്രങ്ങളും ഒക്കെ ധാരാളം പണം മുടക്കി അവരുടെ സഭകളും അല്ലെങ്കിൽ അവരുടെ ചില കമ്മ്യൂണിറ്റി ഒന്നിച്ചു വന്നിട്ട് ചെയ്യുന്നതും ഒക്കെ വളരെ വിശാല. ഇപ്പൊ മെഡിക്കൽ കോളേജുകൾ എണ്ണം നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും എത്ര മെഡിക്കൽ കോളേജ് ഉണ്ട്, അതിൽ ഏത് കമ്മ്യൂണിറ്റിയുടെ എത്ര ഉണ്ട് എന്നൊക്കെ ഒന്ന് പരിശോധിച്ചാലും, അല്ലെങ്കിൽ ഏത് പ്രൊഫഷണൽ കോഴ്സിന് നമുക്ക് നോക്കി അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് വേണ്ടി, ഇന്ത്യൻ സിവിൽ സർവീസിന് വേണ്ടിയുള്ള പരീക്ഷയുടെ അതിനുള്ള പ്രിപ്പറേഷനുള്ള കേന്ദ്രങ്ങൾ ആരൊക്കെ എങ്ങനെയൊക്കെ തുടങ്ങി എവിടെയൊക്കെ ഉണ്ട്, ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള ചിത്രമാണ്. അതുകൊണ്ടത് ഈ കഴിഞ്ഞ 10 വർഷം മുതൽ ഈ പറഞ്ഞ മുമ്പുണ്ടായിട്ടുള്ള പല ഗുണങ്ങളുടെയും ഫലമായിട്ട് അവരെ വ്യത്യസ്തമായിട്ട് സമൂഹത്തിൽ ഉന്നത സ്ഥലത്തിലേക്ക് വരുന്ന രീതിയിലുള്ള പണം മുടക്കി അങ്ങനെയും വരുന്നുണ്ട്. അപ്പൊ 2 ഫേസ് ആണ് ഇതിനുള്ളത്. നേരത്തെ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടും അതുപോലെ തന്നെ പെട്രോ ഡോളർ ഇൻഫ്ലുവൻസ് കൊണ്ടും ചില ഗ്രോത്ത് സംഭവിക്കുകയും സബ്സിക്വന്റ് ആയിട്ട് ഈ 2 ഗ്രോത്തിന്റെ ഭാഗമായിട്ട് വന്ന പണം പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവർ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് വലിയൊരു സ്റ്റഡിയാണ്. ആക്ച്വലി ഇത് ആരെങ്കിലും ഇതൊക്കെ ടേക്കപ്പ് ചെയ്യണം. ഞാനിത് പറയുന്നത് ഇത് ഒരാളെ കൊണ്ടോ 2 ആളെ കൊണ്ടോ പറ്റില്ല. ആക്ച്വലി ഇതിന് വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷുഡ് സിറ്റ് ടുഗദർ, തിങ്ക് അവേഴ്സ് ടുഗദർ, മേ ബി ഡേയ്സ് ആൻഡ് മന്ത്സ് ടുഗദർ, എന്നിട്ട് വേണം ഒരു സൊല്യൂഷൻ കാണുന്നത്. എന്താ ഇതിനല്ല ഓവറോൾ പ്രശ്നം ഞാൻ പറയുന്നത്, ഇത് നമ്മൾ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരല്ല. മുസ്ലിം സഹോദരന്മാരോ ക്രിസ്ത്യൻ സഹോദരന്മാരോ ഒന്നും മേൽക്കൊണ്ട് പോകാനല്ല, എല്ലാവരും വേണം. പക്ഷേ നമ്മുടെ ഈ ബാലൻസ് തെറ്റാണ്, ഇംബാലൻസ് ആണ് സംഭവിക്കുന്നത് സമൂഹത്തിൽ. ഒരു സോഷ്യൽ ഇംബാലൻസ് ഹാവ് ഹാപ്പൻഡ് ഇൻ കേരള. അവിടെയാണ് പ്രശ്നം. ആ സോഷ്യൽ ഇംബാലൻസ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും സമൂഹത്തിൽ. അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും കൂടുതൽ സംഭവിക്കും. നമുക്ക് പ്രവചനാതീതമായ കാര്യങ്ങളിലേക്ക് കേരള സമൂഹം ഇത്തരത്തിൽ ഇംബാലൻസിന്റെ കൊണ്ട് പോകും. അത് വലിയ പ്രശ്നമാണ്. തീർച്ചയായിട്ടും അതിന് നമുക്ക് പല എന്താ പറയാ ഡോക്യുമെന്റഡ് എവിഡൻസസും മറ്റു പല എക്സാമ്പിൾസും അക്രോസ് ദി വേൾഡ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ കേരളം അതിഭീകരമായ അത്തരം അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലൊരു കാരണം കൊണ്ടുണ്ട്. ഈ എക്കണോമിക് വ്യത്യാസം കാണുന്ന ഒരു 15 വർഷം മുമ്പ് വരെ ഇവിടെ മാർക്കറ്റിൽ പൈസ ഇറക്കിയിരുന്നത് റബ്ബർ മുതലാളിമാരാണ്. ഈ 15 വർഷത്തിന് ശേഷം അവരെ കാണുന്നില്ല ഇപ്പോഴ മാർക്കറ്റിൽ. 15 വർഷമായിട്ട് അതായത് വേറെ രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ട് അത് മാർക്കറ്റ്. അല്ല, അതിന് വേറൊരു റീസൺ ഉണ്ട്. റബ്ബറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ആ കമോഡിറ്റി, അതായത് കമോഡിറ്റിയിൽ എപ്പോഴും ഒരു പ്രത്യേകത വരുന്നത് വെച്ചാല് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഡൗൺ പോയിന്റ് ഉണ്ട് പ്രൈസിൽ. അതിന്റെ പുറത്തേക്ക് അതിന്റെ മേളിലേക്ക് ഏത് കമോഡിറ്റിയുടെ പ്രൈസ് പോയി കഴിഞ്ഞാലും അത് ബാലൻസ് ചെയ്യാനായിട്ട് മറ്റ് ഫോഴ്സസ് ആക്ട് ചെയ്യും. അത് മെയിൻലി റബ്ബറിന് സംഭവിച്ചത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. റബ്ബറിന്റെ ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വന്നതോടുകൂടി അതിലെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് റബ്ബർ പ്രൈസ് പിന്നെ ഫാൾ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു റബ്ബർ ട്രേഡിംഗിൽ മുമ്പുണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതെല്ലാ കമോഡിറ്റിയിലും സംഭവിക്കുന്നതാണ്. നമുക്ക് അടുത്തത് സംസാരിക്കാൻ ശ്രീ ജോർജ് കുര്യൻ അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ജനസംഖ്യ വർധനവിനെ പറ്റി അതിന്റെ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന അവസരത്തിൽ എനിക്ക് തോന്നുന്ന ചില വിഷയങ്ങൾ ഞാൻ പറയുകയാണ്. ഇതിനെപ്പറ്റി ഒരു ചിന്തയുണ്ടാകുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. തോമസ് റോബർട്ട് മൽത്തൂസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇതിനെപ്പറ്റി ലോകത്തോട് പറയുന്നത്. ഇത് അപകടകരമാണ്. കാരണം ആവശ്യത്തിനുള്ള ഭക്ഷണം ഉണ്ടാവില്ല, ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് മത്സരങ്ങളും യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ ഉണ്ടാകും. അത് മനുഷ്യന്റെ മൊത്തത്തിലുള്ള വളർച്ചയെ അത് ബാധിക്കും. മാത്രമല്ല അതിന്റെ സംസ്കാരത്തെ വരെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മൽത്തൂസിയൻ തിയറി എന്നാണ് പറയുന്നത്. അതിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനായിരുന്നു. അതിൻ്റെ അകത്ത് വിചിത്രമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വൈദികനായിരുന്നു. അദ്ദേഹം ആദ്യകാലത്ത് ഇത് പറയാൻ വേണ്ടി അദ്ദേഹത്തിന് വളരെ ഭയമായിരുന്നു, കാരണം സഭയെ പേടിച്ചു. അദ്ദേഹത്തിന്റെ പേര് വയ്ക്കാതെയാണ് ആദ്യം ലേഖനം എഴുതിയത്. ഇങ്ങനെ ഒരു ലേഖനം എഴുതുകയും ആ കാലഘട്ടത്തിൽ അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അതിൽ നിന്നാണ് ഈ ആധുനിക കാലഘട്ടത്തില് നമ്മുടെ 20-ാം നൂറ്റാണ്ടില് ജനസംഖ്യ വിസ്ഫോടനം ഉണ്ടായ അവസരത്തിൽ 1952-ലാണല്ലോ ഇന്ത്യയിൽ ഇത് നമ്മുടെ ഈ ജനസംഖ്യ കൺട്രോൾ എന്നുള്ള ഒരു സംവിധാനം കൊണ്ടുവരുന്നത്. ലോകത്ത് തന്നെ ആദ്യമായിട്ടുള്ള ഒരു രാജ്യമാണ്. പക്ഷെ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത, ഇന്ത്യയില് ചൈനയ്ക്ക് ശേഷം വളരെ ശക്തമായിട്ട് നടപ്പിലാക്കുകയുണ്ടായി. പക്ഷെ അതുപോലെ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല. ഇന്ത്യ ഒരു
ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ബോധവൽക്കരിക്കുക എന്ന് പറയുന്ന അവസരത്തിൽ അവരവരുടെ കുടുംബത്തെ പറ്റി അവരുടെ സമൂഹത്തെ പറ്റിയും സ്വയം ബോധ്യം ഉണ്ടാകും. അല്ല, അതിനുവേണ്ടി അതിന്റെ ലീഡേഴ്സ് ശ്രമിക്കണം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നിയമം ഉണ്ടാക്കി, അതുകൊണ്ട് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും നിന്നുകൊള്ളണം. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരുടെയും ജനസംഖ്യ പറയണം എന്ന് പറയുന്നത് എത്രമാത്രം ഒരു സാമൂഹ്യ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് തന്നെയല്ല ഇന്ത്യയിൽ ഒരു കുഴപ്പം പറ്റിയത്. ഇത് 52-ൽ തുടങ്ങിയെങ്കിലും 60കളുടെ അവസാനം 70കളിലുമാണ് ആദ്യമാണ് ഇത് നടപ്പിലാക്കാൻ തുടങ്ങിയത് കാര്യക്ഷമമായി. ഇന്ത്യയിൽ ഇത് പാടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് അടിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തില് ഈ നമ്മുടെ കുടുംബാസൂത്രണ പദ്ധതി അടിച്ചേൽപ്പിച്ചു. എന്റെ ചെറുപ്പകാലഘട്ടത്തിൽ വളരെ ഭീതിയോടുകൂടി ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. ചില പ്രദേശങ്ങളിൽ ജനങ്ങളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരറിയാതെ അവരെ വന്ധ്യംകരിച്ചു. അപ്പൊ ആ വന്ധ്യംകരണമാണ് ഈ ഇന്ത്യയിൽ ഇതിന് തിരിച്ചടി ഉണ്ടാക്കിയത്. അപ്പൊ എല്ലാ സമൂഹത്തെയും നമ്മൾ വിശ്വാസത്തിലെടുക്കണം. ആ വിശ്വാസത്തിൽ എടുക്കുന്നതോടൊപ്പം തന്നെ ഓരോ വ്യക്തിക്കും അവരവരുടെ സമൂഹത്തോടൊരു ഡ്യൂട്ടിയുണ്ട്. അപ്പൊ ഞാൻ മൈനോറിറ്റി കമ്മീഷന്റെ വൈസ് ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2-3 കുട്ടികളെന്ന് പറഞ്ഞു, ക്രിസ്ത്യാനി അത് 1 മതി എന്ന് തീരുമാനിച്ചു. അത് വലിയ ദ്രോഹമല്ലേ? അത് സ്വന്തം സമൂഹത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് മാത്രമല്ല, സ്വന്തം അയാളോട് തന്നെ ആ കുടുംബം അവരോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. ഒരു കുട്ടി മതി എന്ന് വിചാരിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. ഒരു കുട്ടി മതി. അപ്പൊ ഒരു ബിഷപ്പ് എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ രൂപതയില് വിവാഹം കഴിക്കാത്ത 10,000 പുരുഷന്മാരുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അസന്തുലിതാവസ്ഥ അറിയാൻ പറ്റും. ഓരോ സമൂഹവും അവരവരുടെ വ്യക്തികളും അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രതിബദ്ധതയുണ്ട്. അവരാണ് ചെയ്യേണ്ടത്, അതിനുള്ള നിർദ്ദേശം കൊടുക്കേണ്ടത്. അപ്പൊ അത് 2 എന്നോർത്തുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ശിക്ഷിക്കും, 3 എന്നോർത്ത് ശിക്ഷിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതാത് സമൂഹം അത് എഡ്യൂക്കേറ്റ് ചെയ്യണം. കാരണം അത് കുറയുന്നു, നമ്മുടെ ജനസംഖ്യ കുറയുന്നു. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള മാറ്റം വേണം എന്ന് ആ ഒരു ബോധവൽക്കരണ പരിപാടി അല്ലെങ്കിൽ ബോധവൽക്കരണ സിസ്റ്റം അവരവരിലുണ്ടാവണം. അല്ലാതെ വേറെ ആർക്കെങ്കിലും കൂടി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എന്റേത് കൂടണമെങ്കിൽ ഞങ്ങൾക്ക് കൂടണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി വേണം. അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ജിയോ ഫാർസി എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്ധതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്നു. അത് ഈ ഫാർസികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. അവര് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ അവരുടെ ജനസംഖ്യ 2 ലക്ഷമായിരുന്നു. ഇപ്പൊ അത് 48,000 കുറഞ്ഞിരിക്കുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് 30% പാർസികൾ കല്യാണം കഴിക്കുന്നവർക്ക് ഇഷ്ടമല്ല. 30% കല്യാണം കഴിച്ചവർക്ക് കുട്ടികൾ ഉണ്ടാകുന്ന ഇഷ്ടമല്ല. പിന്നെ ഒരു 30% ആൾക്കാർക്ക് ഇപ്പോൾ കുട്ടി വേണ്ട എന്നാണ്. അത് മിക്കവാറും പിന്നീട് ഒരിക്കലും വേണ്ട എന്ന് ദൈവം തീരുമാനിക്കും. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരോട് പറയുന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങളുടെ സമൂഹത്തെ നിലനിർത്തുക എന്നുള്ളത്, നിങ്ങളുടെ സമൂഹത്തിന്റെ ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അത് തീർച്ചയായിട്ടും ഈ സമൂഹത്തിനോടും ലോകത്തിനോടും ചെയ്യുന്ന നിങ്ങളുടെ തന്നെ ഒരു സംഭാവനയാണ്. നിങ്ങളെ വേണം ഈ ലോകത്തിന്. അത് വലിയൊരു എക്സാമ്പിളാണ്. അപ്പൊ എവിടെയെങ്കിലും ഏതെങ്കിലും സമുദായത്തിന്റെ ജനസംഖ്യ കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ ജനങ്ങള് ഇടപെടണം, അതിന്റെ നേതാക്കന്മാർ ഇടപെടണം, അതിന്റെ കൂട്ടായ്മ ഇടപെടണം, അതിന്റെ ബോധവൽക്കരണം ഉണ്ടാകണം. അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോടിക്കണക്കിന് രൂപയാണ് ഇപ്പൊ കൊടുക്കുന്നത്. ഈ കുട്ടി ഉണ്ടായി കഴിഞ്ഞാല് ആ കുട്ടിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഈ വാർഷിക കാര്യത്തില്. എന്നിട്ട് അവർക്ക് ഗവൺമെന്റിന്റെ ചെലവിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണ്. അത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് എല്ലാവർക്കും ബാധകല്ലേ. ഈ പാർസി സിൻഡ്രം എന്ന് പറയുന്നത് കേരളത്തിലെ പല ജനവിഭാഗങ്ങളിലുമുണ്ട്. നമ്മളൊന്ന് വളരെ സൂക്ഷ്മമായിട്ട് ഒന്ന് നിരീക്ഷിച്ചാൽ മതി. ഒരു കുട്ടിയെന്ന് മതി എന്ന് പറഞ്ഞാല് ഞാൻ മടിയനായതുകൊണ്ടല്ലേ, എനിക്ക് സ്വാർത്ഥത കൊണ്ടല്ലേ. പക്ഷെ അതിന്റെ അകത്ത് റിസ്ക് ഓർത്ത് ഞാൻ പേടിച്ചിരിക്കുകയും ചെയ്യല്ലേ. അപ്പൊ അതൊരു പാർസി സിൻഡ്രമാണ്. അല്ലെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ട് 2 കുട്ടി മതി, അത് വലിയ കാര്യമാണ് എന്ന് പറയുന്നതും ഒരു പാർസി സിൻഡ്രം തന്നെയാണ്.
കാരണം അത് 3 അല്ലെങ്കിൽ 5 പേരിൽ ഒരാളാകുമ്പോഴെങ്കിലും 3 എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇത് കുറയുന്ന ഈ അവസരത്തിൽ വേറൊരു കണക്ക് ഞാൻ പറയാം. ഈ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞ ഒരു കണക്കാണ്. 1957 നമ്മുടെ കേരള എഡ്യൂക്കേഷൻ ബില്ല് അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിക്ക് റെഫർ ചെയ്തു. ഇത് എങ്ങനെയാണെന്നാണ് അതിന്റെ അത് ഒത്തിരി ലീഗൽ വിഷയങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അത് മൈനോറിറ്റി കമ്മീഷനോട് സുപ്രീം കോടതി ഒരു കാര്യം തീരുമാനിക്കാൻ പറഞ്ഞ അവസരത്തിൽ കൺവീനർ ഞാനായിരുന്നു. അപ്പൊ അത് സംബന്ധിച്ചുള്ള എല്ലാ ജഡ്ജ്മെന്റും എടുത്ത അവസരത്തിലാണ് ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണുന്നത്. ആ കേരള എഡ്യൂക്കേഷൻ ബില്ലില് ഇന്ന് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് കൊടുക്കുന്ന കണക്കാണ്. അന്ന് കേരളത്തിലെ ജനസംഖ്യ 1,40,00,000. അതിൽ ക്രിസ്ത്യാനികള് 35 ലക്ഷം, ക്രിസ്ത്യാനികൾ 34 ലക്ഷം, മുസ്ലിംസ് 25 ലക്ഷം. ഇത് എന്താണ് ഇവിടെ റെഫറൻസ് വരുന്നതെന്ന് ചോദിച്ചാല് അന്ന് കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പറഞ്ഞത് കേരളത്തിലെ ക്രിസ്ത്യാനികള് മൈനോറിറ്റി അല്ല, സെക്കൻഡ് മജോറിറ്റിയാണ് എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും എടുത്ത് നോക്കാവുന്നതാണ്. കേരള എഡ്യൂക്കേഷൻ ബിൽ കേസ് സുപ്രീം കോടതിയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. അതിന്റെ വേറെ ഒത്തിരി ഞാൻ പഠിച്ച കാര്യം ഇതൊന്നുമല്ല. ഞാൻ പഠിച്ചത് വേറെ ലീഗൽ സൈഡാണ് പഠിച്ചത്. അപ്പൊ സുപ്രീം കോടതി തന്നെ വിചിത്രമായിട്ട് ചോദിക്കുന്നത് ഇത് വിചിത്രമായിട്ടുള്ള കഥയല്ലേ എന്ന്. ഇനി അതിന്റെ വേറൊരു ഭാഗം ഞാൻ പറയാം. അത് 17% മുസ്ലിംസ്, ക്രിസ്ത്യൻസ് 24.5% 70-കളില് ക്രിസ്ത്യൻസ് 70-കളിലും 80-കളിലും പ്രത്യേകിച്ച് സിറിയൻ ക്രിസ്ത്യൻസിലേക്ക് ഈ പാർസി സിൻഡ്രം കടന്നുകൂടി. കാരണം സുഖിക്കുക, ഒരു കുട്ടിയൊക്കെ മതി, ഉള്ളത് കൊണ്ട് സുഖിക്കുക, മരിക്കുക എന്നുള്ള ആ ഒരു ചിന്തയാണ്. അല്ലാതെ അതിൻ്റെ അകത്ത് വലിയ ശാസ്ത്രീയതയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ജനസമൂഹത്തെ പഠിപ്പിക്കേണ്ടതില്ല. അവിടെ നിന്ന് കുറയാൻ തുടങ്ങി. ആ കുറയുന്നതിന് ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? അതിന് വേറെ ഏതെങ്കിലും സമൂഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടുണ്ടായ ഒരു ഗുണം കേരളത്തിലെ ഹിന്ദുസിന്റെ ജനസംഖ്യ ഏതായാലും ഇതുവരെ 50 താഴോട്ട് വന്നില്ല. ക്രിസ്ത്യൻസിന്റെ വളർച്ച ആ രീതിയിൽ നിലനിന്നിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഹിന്ദുസിന്റെ ജനസംഖ്യ ഒരു 40% മാറുമായിരുന്നു. അപ്പൊ ക്രിസ്ത്യൻസ് അങ്ങനെ പരിതപിക്കുകയാണ് ജനസംഖ്യ ഇല്ലാത്തതുകൊണ്ടാണ് എന്ന്. ഞാനിപ്പോ അവര് പറഞ്ഞു, മെത്രാന്മാരോടൊക്കെ പറഞ്ഞത്, അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതാത് സമൂഹത്തിന് അവരുടേതായിട്ടുള്ള ഒരു കടമയുണ്ട്, അത് നിർവഹിക്കണം. അത് നിർവഹിക്കാതെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 3 കുട്ടികളായതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, 2 കുട്ടികളായതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി നാഷണൽ പോളിസിക്ക് എതിരായിട്ട് നിങ്ങൾ 8ഉം 10ഉം കുട്ടികൾ ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കുട്ടി കൂടി നോക്കട്ടെ. ഈ കുറയുന്നു എന്ന് പറയുന്ന സമൂഹത്തില് ഒരു കുട്ടി കൂടട്ടെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മറ്റേ സമൂഹത്തോട് പറയുന്ന പോലെ ഒരു കുട്ടി ഒന്ന് കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡെമോഗ്രഫി കംപ്ലീറ്റ് മാറും. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പൊ അതുകൊണ്ട് സ്വയം ബോധമുണ്ടാകണം. അതുപോലെ തന്നെ തന്റെ പരമ്പരകൾ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കണം. അതൊക്കെ ദൈവം മനുഷ്യരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ മലക്രിസ്തീയതയിൽ നിന്ന് തുടങ്ങിയ ആ ചിന്താഗതി വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലേക്ക് ചെല്ലുകയും ചില സമൂഹത്തിന്റെ തന്നെ ഇല്ലായ്മയിലേക്ക് മാറുകയും ചെയ്യുന്ന രീതിയിലുള്ള പോപ്പുലേഷൻ കൺട്രോളിന്റെ ആവശ്യമില്ല. മറ്റൊരു കാര്യം, ഇതിന്റെ വേറൊരു വശമുണ്ട്. അതെന്താണ്? ആവറേജ് ഏജ്. ഇന്ത്യയിലെ ആവറേജ്, പ്രധാനമന്ത്രി എപ്പോഴും പറയും, ഇന്ത്യയിലെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 28 ചൈനയിലെ 37 ജപ്പാനിലെ 48 അപ്പൊ നമ്മളാണ് ഏറ്റവും കരുത്തുള്ള രാജ്യം. മനുഷ്യ വിഭവം എന്ന് പറയുന്നത് നമുക്കാണ് കൂടുതലുള്ളത്. അപ്പൊ അത് നിലനിർത്താൻ ഈ ബാലൻസിങ് ആവശ്യമാണ്. തീരെ ചൈനയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, ജപ്പാനിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്ന ആ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റിന്റെ പരിധി വരെ പോകാമല്ലോ. അതിനു വേണ്ടിയാണ് ഉപദേശിക്കേണ്ടത്. അതിന് ബോധവൽക്കരണം ആവശ്യമാണ്, സമൂഹത്തിന്റെ ആവശ്യമാണ്. ഓരോ സമൂഹത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. ആ സമൂഹത്തിന് വേണ്ടി നിലനിർത്തുകയാണ് വേണ്ടത്.
അപ്പൊ ആ രീതിയിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ആരും പരിതപിക്കേണ്ടതായിട്ട് വരില്ല. എല്ലാവർക്കും നിലവിലുള്ള സാഹചര്യം നിലനിർത്താൻ സാധിക്കും, പുരോഗതിയിലേക്ക് നയിക്കപ്പെടുവാൻ സാധിക്കും. ഇന്ത്യയുടെ ആവറേജ് ഏജ് അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ആവറേജ് ഏജ് കൂടുന്നതാണല്ലോ കുഴപ്പം, കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു തിരിച്ചൊരു ചിന്ത എല്ലാ സമൂഹത്തിലും ഉണ്ടാകണം. എന്റെ സമൂഹത്തെ നിലനിർത്തുവാനുള്ള ഡ്യൂട്ടി, അല്ലെങ്കിൽ അതിന്റെ ജനസംഖ്യ കൂടാനുള്ള ഡ്യൂട്ടി എനിക്കുണ്ട്. എനിക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ഒരു കുട്ടി മതി എന്ന് പറയുന്നത് പുരോഗമനമല്ല എന്ന് തന്നെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് അവർക്ക് തന്നെ റിസ്ക് ഉണ്ടാകുന്നതാണ്. അപ്പൊ അതാണ് എന്റെ ചിന്താഗതി. ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതി ഇതാണ്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പോളിസിയിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഹിന്ദു സമൂഹവും തീർച്ചയായിട്ടും അവരവരുടെ മക്കളോട് പറയുക, ഉണ്ടാകുന്ന മക്കൾ വളർന്നു വരുന്ന അവസരത്തിൽ പറയുക, 2 കുട്ടികളായതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ 3 കുട്ടികളായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു കുട്ടിയാകുന്നത് മഹത്തരമാണെന്ന് പറഞ്ഞു കൊടുക്കാതിരിക്കുക. അതുകൊണ്ട് രാജ്യത്തിനും വലിയ ഗുണമില്ല, ആ സമൂഹത്തിനും വലിയ ഗുണമില്ല. അതിനുവേണ്ടിയുള്ള എഡ്യൂക്കേഷനാണ് വേണ്ടത്. ആ എഡ്യൂക്കേഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത ഇത് സംസാരിക്കാനുള്ളത് ശ്രീ അലി അക്ബറാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കുമാർജി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതില് ഏറ്റവും കൂടുതൽ വിപുലമായി വരുന്ന ഒരു സമൂഹം എന്റെ സമൂഹമാണ്. അപ്പൊ ആ വിപുലമായ സമൂഹം എങ്ങനെ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ സമൂഹം വളരുന്നു എണ്ണത്തിൽ എന്നുള്ളത് ചിന്തിക്കേണ്ടുന്ന വിഷയം തന്നെയാണ്. അതിന് വലിയ ഉദാഹരണമൊന്നും വേണ്ട. കാരണം എൻ്റെ പിതാവ് 3 ഭാര്യമാരിൽ 16 മക്കളെ സൃഷ്ടിച്ചു. ആ 16 മക്കളിൽ ഒരുപക്ഷെ 2 കുട്ടികളുള്ള വ്യക്തി ഞാൻ മാത്രമാണ്. ആ രീതിയിൽ വേണം നമ്മൾ കണക്കാക്കാൻ വേണ്ടി. ഒന്ന്, ഞങ്ങളുടെ മതം പഠിപ്പിക്കുന്നത് വാകീറിയ തമ്പുരാൻ വയറ്റിനും കൊടുക്കും എന്നുള്ള. ഇത് നമുക്ക് യുക്തി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയും വാകീറിയ തമ്പുരാൻ വയറ്റിന് കൊടുക്കില്ല. പക്ഷേ മുസ്ലിം സമൂഹത്തിന് ഒരു പ്രത്യേകതയും, എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സമൂഹം കൊടുക്കും. അതിന് ഉദാഹരണം നമ്മൾ ചെറുതായിട്ട് നോക്കുകയാണെങ്കിൽ 70കളിൽ തുടങ്ങി നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന മുസ്ലിം അനാഥാലയങ്ങളെ ശ്രദ്ധിക്കുക. ആ മുസ്ലിം അനാഥാലയങ്ങൾ ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ നാട്ടിൽ തന്നെയുള്ള മുട്ടിൽ യത്തീംഖാന, കോഴിക്കോടുള്ള JDT ഇസ്ലാം, അങ്ങനെ തുടങ്ങി കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കുട്ടികളെ സൃഷ്ടിച്ചാലും ശരി അവരുടെ ബാധ്യത ഏറ്റെടുക്കാൻ ആ സമുദായം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ 2, 3, 4 കുട്ടികളായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, അതിനെ സംരക്ഷിക്കാനുള്ള വ്യവസ്ഥ ആ സമുദായം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു ഭയം ഉണ്ടായിരുന്നില്ല. ഏറ്റവും താഴെ കിടന്ന് നോക്കും 4, 5 കുട്ടികൾ ഉണ്ടാകുന്ന ഒരു ഭയം ഉണ്ടായിരുന്നില്ല. ഈ അനാഥാലയങ്ങളിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളാണ് സാറിന് നമ്മൾ അനാഥകൾ എന്ന് പറയാം. പക്ഷെ പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ താഴേക്കിടയിലുള്ള അച്ഛനും അമ്മയുമുള്ള കുട്ടികൾ തന്നെയാണ് ഈ അനാഥാലയങ്ങൾ വളർന്നത്. അത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കുറച്ച് അനാഥാലയങ്ങളിൽ എണ്ണം കുറഞ്ഞു കേരളത്തില്. അപ്പൊ എന്താ ചെയ്തത്? മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള അനാഥകളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ എവിടെയുണ്ടെങ്കിലും ആ സമുദായം സംരക്ഷിക്കപ്പെടുന്നു, ആ സമുദായത്തിന് താങ്കും തണലുമായിട്ട് ആ സൊസൈറ്റി നിൽക്കുമെന്നുള്ള ഒരു ധാരണയുണ്ട്. അത് ഒരു ഘടകം. രണ്ടാമത്, ഈ വൈശ്യ സ്വഭാവം, സമൂഹത്തിൽ ഒരു കച്ചവട സ്വഭാവം ഉള്ളത് സമുദായമാണ് എൻ്റെ. അത് ഏതർത്ഥത്തിലാണ്? മത്സ്യം വിൽക്കുന്ന കാര്യത്തിലാണെങ്കിൽ ശരി, സ്വർണം കടത്തുന്ന കാര്യത്തിലാണെങ്കിൽ ശരി, ഹവാല പണ ഇടപാടിലാണെങ്കിലും ശരി, അതിൽ മുൻപന്തി. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള ഈ ഉയർച്ച എന്നുള്ളത് ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ നമുക്ക് തലശ്ശേരിക്കാരുടെ ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ എവിടെയും ആ തലശ്ശേരിക്കാരുടെ ഹോട്ടൽ ഉണ്ടാവും, ഒരു സമുദായ ഹോട്ടൽ.
ഇനി ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ എടുക്കാൻ വിചാരിക്കുക. അവിടെ മുസ്ലിം ഓണർ ആണെങ്കിലും ശരി, ഗണപതിയുടെയും സരസ്വതിയുടെയും ചിത്രം വെച്ചുകൊണ്ട് വേണമെങ്കിൽ വെജിറ്റേറിയൻ ഹോട്ടൽ നടത്താനും അവർ തയ്യാറാവും. ഒരു വൈശ്യ സ്വഭാവമുള്ള സമുദായമാണ്. ക്രിസ്ത്യൻസും അങ്ങനെയായിരുന്നു, പക്ഷെ അവർ കൃഷിയിൽ മാത്രമാണ് അങ്ങനെ പോയിരുന്നത്. പക്ഷെ ഇപ്പൊ അവരെ സംബന്ധിച്ചോളം ഈ കൃഷിയിൽ അത്ര വലിയ മുന്നേറ്റം കുറിക്കാൻ ക്രിസ്ത്യൻസിന് കഴിയുന്നില്ല. അതുകൊണ്ട് അവർ വിദേശങ്ങളിൽ, കൂടുതൽ ആൾക്കാർ വിദേശങ്ങളിൽ, യൂറോപ്പിലൊക്കെ കുടിയേറുന്ന ഒരു ഘടകമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കുന്നത്, ഒരു സമൂഹത്തിൽ ഒരു കുട്ടി പിറന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? മറ്റൊന്ന് റിസർവേഷൻ. എന്റെ കുഞ്ഞുങ്ങളൊക്കെ ക്രീമി ലെയറിന് അടിയിൽപ്പെട്ട ആളാണ് ഞാൻ, വരുമാനമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ അഡ്മിഷൻ പോലെ കാര്യങ്ങൾക്ക് എനിക്ക് എപ്പോഴും എൻ്റെ മതം താങ്ങായിട്ട് നിന്നിട്ടുണ്ട്. എനിക്ക് ഫീസിലെ ഇളവുണ്ട്, സബ്സിഡി ഉണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് ഒരു ഹൈന്ദവ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഹിന്ദു കുട്ടി ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള വരുമാനം വേണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്രോതസ് വേണം. ഇല്ല. അപ്പം നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഈ മരണ നിരക്ക് കൂടുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നതിൽ കൂടുതൽ ഹിന്ദുക്കളെന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രഷർ എത്രമാത്രം ഉണ്ടാവുന്ന ആലോചിച്ചു ജീവിതത്തിൽ. ആരാണ് ഹെൽപ്പ് ചെയ്യുക? വിഭിന്നമായിട്ടുള്ള ജാതി വ്യവസ്ഥ ഉണ്ട്. നായന്മാര് വേറെ, ഈഴവര് വേറെ, പറയര് വേറെ, പുലയര് വേറെ, ഈ വനവാസി സമൂഹം വേറെ. ഇതിൽ ഏറ്റവും ഞാൻ ചിന്തിക്കുന്ന കാര്യം, ഞാൻ ജോർജ് സാറ് പറഞ്ഞപ്പം ഞാൻ ചിന്തിച്ചതാണ്. എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് സഞ്ജയ് ഗാന്ധിയുടെ ഈ വന്ധ്യീകരണ പ്രക്രിയ തുടങ്ങുന്നത്. ആ കാലഘട്ടം വയനാട്ടിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ പഠിക്കുന്ന സ്കൂളിന്റെ തൊട്ടടുത്താണ് അവിടുത്തെ ഹെൽത്ത് ഹോസ്പിറ്റൽ. അപ്പൊ ആ ഹോസ്പിറ്റലിലേക്ക് നിരനിരയായിട്ട് ആദിവാസികളെ, അപ്പൊ എന്താ കൊടുത്തിരുന്നത്? ഒരു ബക്കറ്റ് 100 രൂപയാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പൊ സർജറി നടത്തേണ്ട റൂം ആകെ ഒന്നേ ഉള്ളൂ. അപ്പൊ പുറത്ത് തുണി കെട്ടിയിട്ട്, ഇത് മുറ്റത്തൊക്കെ തുണി കെട്ടിയിട്ട് ഈ സർജറി നടക്കുമ്പോൾ അന്ന് പോയിട്ട് കുട്ടികളായിട്ടുള്ള ഞങ്ങൾ സ്കൂളിൽ നിന്ന് പോയിട്ട് ഈ സർജറി കണ്ട ആൾക്കാരാണ്. ഇപ്പൊ കേരളത്തിലെ ആഫ്രിക്ക എന്ന പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് വയനാട്ടിലെ ആദിവാസി സമൂഹത്തിന് പണിയര്, മറ്റേ കുറുമര്, കുറിച്യര്, നായ്ക്കന്മാര് എന്നൊക്കെ പറഞ്ഞ് കാണാം. കുറവര്. ഇന്നിപ്പോ അവിടെ ചെന്ന് നോക്കിയാൽ അതില് ഏറ്റവും ജനസംഖ്യ ഉണ്ടായിരുന്ന വിഭാഗമാണ് പണിയര്. ഇന്ന് പണിയര് നിങ്ങൾക്ക് വിരലെണ്ണാവുന്ന പണിയര് ഇന്ന് വയനാട്ടിൽ. ആ സമൂഹം ഇല്ലാണ്ടാവുക. അത് മറ്റുള്ള നായ്ക്കന്മാരൊക്കെ ഉണ്ടോ എന്ന് കാര്യം പോലും സംശയം. അപ്പൊ ആ തരത്തിൽ ഏറ്റവും താഴേക്ക് കിടക്കിയ ആൾക്കാർക്ക് നിർബന്ധിതമായിട്ടും വന്ധ്യംകരണം ചെയ്ത് അവരുടെ സമൂഹത്തിന് ഇല്ലാണ്ടാക്കി. ശരിക്ക് വംശഹത്യ തന്നെ ചെയ്തിട്ടുണ്ട്. അതും വിവാഹം കഴിക്കാത്ത ആൾക്കാരെ വരെ അന്ന് വന്ധ്യംകരണത്തിന് വിധേയരാക്കി. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഇതിലൊരു കണക്കെടുത്തിട്ടില്ല. ഈ പറയുന്ന കുടുംബാസൂത്രണത്തിൽ ഈ ഗർഭം ധരിക്കുന്നത് നിർത്തുന്നു. 2ാമത്തെ പ്രസവത്തിൽ ഒരു ഹിന്ദു ആണെങ്കിലോ ഒരു ക്രിസ്ത്യാനി ആണെങ്കിലോ 2ാമത്തെ പ്രസവത്തോടുകൂടി തന്നെ പ്രസവം നിർത്തുക എന്നുള്ളൊരു ഏർപ്പാടുണ്ട്. ഇതിന്റെ കണക്ക് നമുക്ക് കിട്ടുന്നില്ല. ഇതില് പ്രസവം നിർത്തിയവർ എത്ര പേരുണ്ട്, ഇത് കണ്ടിന്യൂ ചെയ്യുന്നവർ എത്ര പേരുണ്ട് എന്ന കണക്ക് നമുക്ക് കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾ പ്രസവം നിർത്തില്ല. ഒരു 4ഓ 5ഓ വരെ പോകാം എന്നുള്ള നിലയ്ക്കാണുള്ളത്. മറ്റ് വിഭാഗങ്ങള് പ്രസവം നിർത്താത്ത ഒരു കുട്ടി മരിച്ചു പോയാൽ പിന്നെ ഒരു കുട്ടിക്ക് സാധ്യത ഉണ്ടാവില്ല, കാരണം നിർത്തിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ആ ലെവലിൽ നമ്മൾ ചിന്തിക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒന്ന് ഈ കൊടുക്കുന്ന പ്രൊമോഷൻ, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സർക്കാരാണ് വളർത്തുന്നത്. ഈ ഇസ്ലാമിക സമൂഹത്തെ വളർത്തുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് സർക്കാരാണ്. കാരണം എന്താ? അത്രമാത്രം ഇപ്പൊ നമുക്കൊരു സ്കൂളിലെ കുട്ടിക്ക് കൊടുക്കുന്ന സ്റ്റൈഫൻഡ് എടുത്ത് നോക്കുക. മുസ്ലിം കുട്ടിക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡ് SC/STക്ക് പോലും കിട്ടുന്നില്ല, കേരളത്തിൽ പ്രത്യേകിച്ചു. അപ്പൊ കേരളത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ മുസ്ലിം സമൂഹം വലിയ നിർണായകമായ ഘടകം ഈ 50കൾക്ക് പിന്നീട് വന്നപ്പോഴൊക്കെ തന്നെയും എല്ലാ കാലത്തും ഈ എൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ട് കരയാൻ, അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ റിസർവേഷൻ, ജോലി റിസർവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കും. ജോലി റിസർവേഷൻ്റെ കാര്യത്തിൽ അപ്പൊ ഈ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും ഈ ഒരു വിഭാഗത്തിലെ പോപ്പുലേഷൻ കൂടുമ്പോൾ ഈ പോപ്പുലേഷന് മൊത്തം കൊടുക്കുന്ന സബ്സിഡികളും റിസർവേഷനും ആരാണ് വരുന്നത്? മറ്റുള്ള വിഭാഗം ജനങ്ങളിൽ നിന്നാണ് വരുന്നത്. ക്രിസ്ത്യാനികളിൽ നിന്നും ഹിന്ദുക്കളിൽ നിന്നും തന്നെയാണ് ഈ കൈയിട്ടുന്നു വരുന്നത്.
പക്ഷെ ഇന്ന് വരെ ഇതിനെക്കുറിച്ച് ആരും ഈ റിസർവേഷൻ ഇത്ര 2 കുട്ടികൾക്ക് റിസർവേഷൻ കൊടുക്കാം, അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ലെന്ന് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. ഇത്ര കാലം ഗവൺമെന്റ് വന്നിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു നിയന്ത്രണം ഉണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്ക് നിയന്ത്രണം പാലിച്ചേനെ. അതും സംഭവിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വളർച്ചയെ ആക്കം കൂട്ടിയത് ഒരു 90% ഇന്നത്തെ ഭരണകൂട വ്യവസ്ഥ തന്നെയാണ്. അതിപ്പം കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ. ഇപ്പൊ നമ്മള് ഈ CA കാര്യത്തിൽ എന്തിനാണ് CAക്ക് ഇത്രമാത്രം എതിർപ്പുണ്ടാവുന്നത്? ഈ റിയൽ ആയിട്ടുള്ള കണക്ക്, ഇത് രജിസ്ട്രേഷൻ ഉണ്ടാവാൻ പാടില്ല. പലപ്പോഴും ഇപ്പൊ കേരളത്തിലെ നമ്മളെ നമ്പർ ഓഫ് ഹിന്ദുസ്, നമ്പർ ഓഫ് മുസ്ലിംസ് എടുത്തു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ മുസ്ലിംസ് മാത്രമല്ല കേരളത്തിൽ താമസിക്കുന്നത്. ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഇടമായതുകൊണ്ട് തന്നെ എവിടെയാണോ മുസ്ലിംസ് ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്നത് അവിടേക്ക് മറ്റുള്ളവർ ഒഴുകിയെത്തും. ഇപ്പൊ മലപ്പുറം എന്ന് മാത്രം എടുക്കുക. മലപ്പുറത്തേക്ക് മുസ്ലിംസിന് കൂടാനുള്ള കാരണം നമ്മൾ കുറെ പുറകോട്ട് പോകണം. 1800 പോയി കഴിഞ്ഞാൽ ആ നമ്പർ നമുക്ക് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നമുക്ക് പറയാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം സൊസൈറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എവിടെയാണ് മുസ്ലിം സൊസൈറ്റി വന്ന് തമ്പടിക്കുന്നത്, സ്വാഭാവികമായിട്ടും അവിടേക്ക് എല്ലാ മുസ്ലിംസും എത്തിച്ചേരുന്ന ഒരു പ്രവണത, അതിന് ചുറ്റും എത്തിച്ചേരുന്ന ഒരു പ്രവണത. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇതൊരു കോളനി ആയിട്ട് മാറും. ആ കോളനി പരസ്പരം സഹായിക്കുന്ന രീതിയിലുള്ള ഒരു കോളനി ആയിരിക്കും അത്. എപ്പോഴും അങ്ങനെ വരുന്നു. അപ്പൊ അതിനകത്തുള്ള പോപ്പുലേഷന്റെ വർധനവും ഇതുമായിട്ടൊക്കെ ഘടകമുണ്ട്. കാരണം പരസ്പരമായിട്ട് സഹായിക്കുന്ന ഒരു വ്യവസ്ഥ അവിടെയുണ്ട്. അത് നമുക്ക് ഹിന്ദുവിന് അതില്ല. ഒരു രീതിയിലും സഹായിക്കുന്ന ഒരു വ്യവസ്ഥയില്ല. അത് ഇപ്പോഴും ഷാറ്റേഡ് ആണ്. ഒരു പക്ഷേ നമുക്ക് ഇപ്പൊ അടുത്ത കാലത്ത് വേണമെങ്കിൽ പറയാം ആ രംഗത്തേക്ക് സേവാഭാരതിയൊക്കെ കടന്നു വന്നപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെ സംരക്ഷിക്കാനും ആ സമൂഹത്തിൽ വരുന്ന ആളുകളെ ദരിദ്രരായിട്ടുള്ള സഹായിക്കാനും അനാഥാലയങ്ങളൊക്കെ തുടങ്ങാൻ അടുത്ത കാലത്താണ് ആ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പൊ എന്നും എല്ലാ രീതിയിലും ഒരു ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഈ വൈശ്യ സ്വഭാവത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും പിന്നോട്ട് നിൽക്കുന്ന കുടുംബം. മറ്റൊന്ന് സമ്പത്ത് ഈ വിറ്റ് പോവുകയല്ലാണ്ട് പ്രൊഡക്റ്റീവായിട്ട് ഇന്നും ഹൈന്ദവ സമൂഹം ഉപയോഗിക്കുന്നേ ഇല്ല. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള നായന്മാരെടുക്കുക. ആ നായന്മാരുടെ ഭൂമി എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കുക. അവരിൽ എത്ര പേര് പ്രൊഡക്റ്റീവായിട്ട് മാറുന്നുണ്ടെന്ന് നോക്കുക. വളരെ കുറച്ച് പേരെ പ്രൊഡക്റ്റീവായിട്ട് മാറുന്നു. മറ്റുള്ള പരമ്പരാഗതമായി കിട്ടിയ സ്വത്തുക്കൾ ഇങ്ങനെ വിറ്റ് ജീവിക്കുന്ന ഒരു വ്യവസ്ഥയാണ് അവിടെ. ഇന്ന് വരെ ആ സമൂഹം ഇതിങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരു വൈശ്യ സ്വഭാവം വരണം, നിങ്ങളിൽ എന്റർപ്രണർ ഉണ്ടാവണമെന്ന് ആ സമൂഹം പറഞ്ഞിട്ടില്ല. കൊശവനാണെങ്കിൽ കൊശവനായിട്ട് തന്നെ ഇരിക്കട്ടെ, അതല്ല മറ്റേ മൂശാരിയാണെങ്കിൽ മൂശാരിയായിട്ട് തന്നെ ഇരിക്കട്ടെ, ആശാരിയാണെങ്കിൽ ആശാരിയായിട്ട് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതിൽ നിന്ന് മാറ്റം ഉണ്ടാവുന്നില്ല ഈ സമയം. അതിന് മാറ്റത്തിന് വേണ്ടി ആരും ശ്രമിച്ചിട്ടുമില്ല. ഇപ്പൊ നമ്മളിതൊക്കെ പറയുകയാണെങ്കിലും ഈ പറയുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ ജീവിത വ്യവസ്ഥയ്ക്ക് താങ്ങുകൊടുക്കുന്ന രീതിയിൽ ആ സമൂഹത്തിൽ നിന്നുള്ള ഒരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും സത്യമാണ്. ഇപ്പൊ നമുക്ക് അടുത്ത കാലത്ത് ഈ CA സമരം നടന്നപ്പോണ്ടായിട്ടുള്ള സംഭവങ്ങൾ, പല അങ്ങാടികളും അടച്ചുകളും. ആ അങ്ങാടികൾ അടച്ചു കഴിഞ്ഞപ്പോഴാണ് ചുറ്റുമുള്ള ഹിന്ദുക്കൾ മനസ്സിലാക്കിയത് അങ്ങാടിയിൽ ഒരു ഹിന്ദു കടകൾ ഉണ്ടായിരുന്നില്ല എന്ന്. ചില പോക്കറ്റിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നു പലരും. ഈ CAയുടെ സമരത്തിൽ ഉണ്ടായിട്ടുള്ള ഇടുക്കി ജില്ലയിൽ വരെ, ക്രിസ്ത്യൻ മേഖലയായിട്ടുള്ള ഇടുക്കി ജില്ലയിൽ വരെ ഞാൻ സ്ഥലത്ത് പോയപ്പം അവിടെ അവർ പറഞ്ഞതാണ്, സാർ ഒരൊറ്റ കട ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് അരി മേടിക്കാൻ ഞങ്ങൾ ബുദ്ധിമുട്ടി ഇത് അടച്ചപ്പം. അവിടെ ഒരു BJPയുടെ എന്തോ സമ്മേളനം നടന്നു, അടച്ചു, തുടർച്ചയായിട്ട് അടച്ചിട്ടു എന്നൊക്കെ പറഞ്ഞപ്പം അപ്പോഴാണ് ഇവര് പോലും ചിന്തിക്കുന്നത് തങ്ങളുടെ ഈ ഹിന്ദു ക്രിസ്ത്യൻ മേഖലയിൽ തങ്ങൾക്ക് ബിസിനസ് ഇല്ല എന്നുള്ള കാര്യം പോലും ആ CA സമരത്തിലാണ് തിരിച്ചറിയുന്നത്. അത്തരത്തില് ഈ എനിക്ക് 2 കുട്ടികളെ വളർത്താം അല്ലെങ്കിൽ 2-3 കുട്ടികളെ വളർത്താം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ അതിനുള്ള സാമ്പത്തിക ചുറ്റുപാടുകള്, തൊഴിലിടങ്ങള്, റിസർവേഷൻസ് ഇതൊക്കെ കിട്ടണം. ഇത് കിട്ടാതെ എങ്ങനെയാണ് ഒരാള് പ്രൊഡക്റ്റീവായിട്ട് മാറുക? ഇവിടെ ഈ സംബന്ധിച്ചോളം വാകേറിയാൽ തമ്പുരാൻ തരില്ല, സമുദായം തരില്ല, തന്റെ സമൂഹം തരില്ല, താൻ തന്നെ ഉള്ളൂ അതിനെ വളർത്താൻ. അഡ്മിഷൻ കിട്ടാവുന്ന സ്കൂളുകളിൽ റിസർവേഷനൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഈ പറയുന്ന ആൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ അതിജീവിച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ
എങ്ങനെ സാധിക്കും ഒരു അടുത്ത കുഞ്ഞിനെ സൃഷ്ടിക്കാൻ? വേണ്ടാന്ന് വെക്കും. ഈ ബുദ്ധിമുട്ടിലേക്ക് ഒരു കുരുന്നിനെ കൂടി ഞാൻ കൊണ്ടുവന്ന് ഇടണോ എന്ന് ചിന്തിക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇത് കുറഞ്ഞു. ഇത് തന്നെയാണ് ഇതിന്റെ സാമൂഹിക അവസ്ഥ. ശരിക്കും ഈ സാമൂഹിക അവസ്ഥയിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ ഹൈന്ദവര് ഈ പറയുന്ന ഒരു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് ചലിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. ഇപ്പൊ SNDPയുടെ സ്കൂൾ ഉണ്ടായി. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ SNDPയുടെ കോളേജിലേക്ക് ഒരു കുട്ടിക്ക് അഡ്മിഷന് വേണ്ടി പോയി. ഹിന്ദു ഈ SNDPക്കാരൻ തന്നെയാണ് പോയിട്ട്. അഡ്മിഷൻ കൊടുത്തില്ല. അവസാനം ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി. എങ്ങനെ കിട്ടിയത്? അവിടുത്തെ ഒരു ബിഷപ്പ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ആ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. ഇതാണ് നമ്മൾ നേരായ അവസ്ഥ. ഇത് ഈ കേരളത്തിന് മാത്രമായിരിക്കില്ല, എനിക്ക് മറ്റു സ്റ്റേറ്റിനെ കുറിച്ച് അറിയില്ല. എവിടെ ആയാലും ശരി, ഈ പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ യാതൊരുവിധ സാമൂഹികമായിട്ടുള്ള ഒരു പിന്താങ്ങൽ കിട്ടാത്ത അവസ്ഥ, ഒരു വടിയില്ല ഊന്നി നിൽക്കാൻ ഒരു വടി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് എനിക്ക് 2-3 കുട്ടികളായാലും സാരമില്ല, എന്റെ സമുദായം നോക്കും, അല്ലെങ്കിൽ എന്റെ സമൂഹം നോക്കും. മറ്റൊന്ന്, വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യം ഞങ്ങൾക്കുണ്ട്, മുസൽമാനുണ്ട്. നിന്റെ സമുദായം വലുതാവണം. നിങ്ങൾക്ക് ആ ലക്ഷ്യമില്ല. നിങ്ങൾക്ക് ആ ലക്ഷ്യമില്ലെങ്കിൽ എന്തിന് മറ്റുള്ളവർ കുറ്റം പറയുന്നു? നിങ്ങളുടെ നേരത്തെ ജോർജ് സാർ പറഞ്ഞിടത്തേക്ക് തന്നെ വരികയാണ്. എന്റെ സമുദായം വലുതാവണം, എനിക്ക് ഇവിടുത്തെ ഭരണം പിടിച്ചെടുക്കണം, ഇത് ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് ഞങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഹിന്ദുക്കൾക്കും അങ്ങനെ വേണ്ടേ? ചോദിക്കുന്ന ചോദ്യം. ആ ധാരണയിലേക്ക് ഞാൻ ഈ ഭൂമിയുടെ അവകാശിയാണെന്ന ബോധമില്ലാത്ത ഒരു തലമുറ എങ്ങനെ നന്നാവും? ആ ചോദ്യത്തിൽ വേണം ഈ ചർച്ച അവസാനിക്കാൻ. ഞാൻ അങ്ങനെ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പിറന്ന മണ്ണാണ്, ഇതെന്റെ ഭൂമിയാണ്, ഈ പറയുന്ന വേദഭൂമിയാണ്. ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര പറച്ചിൽ പറയും. നമ്മൾ സനാതന ധർമ്മം എന്നൊക്കെ പറയും. ഈ സനാതന ധർമ്മവും ഇതൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് സത്യമാണ്. അപ്പം ആ ധർമ്മ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് എന്റെ ധർമ്മഭൂമിയാണ്, ഇതിനെ സംരക്ഷിക്കേണ്ടത് എന്റെ ബാധ്യതയാണെന്ന് ഈ സമൂഹം ചിന്തിച്ചിട്ടില്ലെങ്കിൽ മറ്റു സമുദായത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മറ്റേ സമുദായം ഇപ്പം ചിന്തിക്കുന്നത് എന്താണ്? ഈ ഗ്രോത്ത് എല്ലാ ലോകത്തും എല്ലാ ഇടങ്ങളിലും തന്നെ 51% ഈ സമുദായത്തെ കൊണ്ടുവരിക എന്നുള്ള അജണ്ടയോട് കൂടി ജീവിക്കുന്ന ഒരു സമുദായമാണ് ഇസ്ലാമിക സമൂഹം. അതിൽ തെന്നിത്തെറിച്ച കുറച്ച് അലി അക്ബർമാരുണ്ടാവും, കുറച്ച് എന്താണ് പറയുന്നത് KK മുഹമ്മദ് സാർ ഉണ്ടാവും, ജാമിദ ടീച്ചർ ഉണ്ടാവും. വളരെ തുച്ഛമായിട്ട് വെല്ലെണ്ണാവുന്ന ആൾക്കാരെ ഇതിൽ നിന്ന് മാറി നിൽക്കുള്ളൂ. ബാക്കി ഭൂരിപക്ഷം വരുന്നവരും ഈ സമുദായം, എന്റെ സമുദായം, എന്റെ മതം, എന്റെ ദൈവം എന്ന് വിശ്വസിക്കുന്നവരാണ്. അതിന്റെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി 24 മണിക്കൂറും പട്ടിണി കിടന്നിട്ടാണെങ്കിൽ ശരി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ്. അത് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട ഒരു ധാരണ എന്താണ് ഞാൻ എന്നുള്ള ബോധം ഈ ഹൈന്ദവ സമൂഹത്തിനുണ്ടെങ്കിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇതിന് മാറ്റം വരുള്ളൂ. അല്ലാതെ നമുക്ക് ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് ഇങ്ങനെ പറയാം എന്നല്ലാതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നത് ഈ ജനതയുടെ ഒരു ഒരുമിക്കലിലൂടെ. നമുക്ക് എപ്പോഴും അങ്ങനെ മാത്രമേ ഇതിനെ മാറ്റം വരുത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ധാരണ. ഇത് ഓരോ ഹൈന്ദവനും ഏറ്റെടുക്കേണ്ട പ്രശ്നമാണ്. എന്റെ സമുദായം എങ്ങോട്ട് പോകുന്നു? ഞാൻ ഡിക്ലൈൻ ചെയ്യുകയാണോ? സാമ്പത്തികമായിട്ട്, എണ്ണത്തില്, മറ്റ് മേഖലകളിൽ, വിദ്യാഭ്യാസത്തില്, എല്ലാത്തിലും താഴോട്ട് ഞാൻ പോകുന്നുണ്ട് എന്ന് തിരിച്ചറിയേണ്ടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അറിയിപ്പ്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. നന്ദി അലി അക്ബർ സാർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ 3 പേരാണ് പങ്കെടുക്കാനുണ്ടായിരുന്നത്. 3 പേരും അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. ഇനി ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സമയത്തിന്റെ പരിമിതി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാതലായ ചോദ്യങ്ങൾ ചോദിക്കാം. അത് ആരോടാണ് ചോദിക്കുന്നതെന്ന കാര്യം കൂടി പറഞ്ഞാൽ അവര് മറുപടിയും പറയുന്നതാണ്. നമസ്കാരം സാർ, ചോദിക്കാമോ? ചോദിക്കൂ പ്ലീസ്. എൻ്റെ പേര് ജോസ് സെബാസ്റ്റ്യൻ എന്നാണ്, ആലപ്പുഴ ജില്ലക്കാരനാണ്. ഞാൻ അല്പം താമസിച്ചാണ് ചർച്ചയിൽ കയറിയത്. കുമാർ സാറിൻ്റെ പ്രസന്റേഷൻ കുറച്ച് ഭാഗം എനിക്ക് തുടങ്ങിക്കഴിഞ്ഞ ശേഷമാണ്. അലി അക്ബർ സാറിൻ്റെയും ജോർജ് കുര്യൻ സാറിൻ്റെയും മുഴുവനായിട്ട് ഈ രീതിയിലുള്ള മേൽത്തൂക്കം കിട്ടുന്ന, സാമ്പത്തികമായിട്ടും സംഘടിതമായിട്ടുമുള്ള മേൽത്തൂക്കം നിലനിർത്തുന്ന നിയമങ്ങളും സംവിധാനങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയാണ്
ഭാരതത്തിൽ ഈ ജനസംഖ്യ ഇംബാലൻസ് വരുന്നത്. ഇത് കാണാതെ ഇത് പരിഹരിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഭരണകൂട നിയമ സംവിധാനങ്ങളില്ലാതെ നമ്മൾ ഈ ചർച്ച നടത്തിയിട്ട് യാതൊരു കാര്യവുമില്ല, സൊല്യൂഷൻ ആകത്തില്ല. അപ്പോൾ നിശ്ചയമായിട്ടും ഏകീകൃത സിവിൽ കോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിശ്ചയമായിട്ട് നടപ്പിലാക്കുകയും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും, മുഴുവൻ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ഒരേ രീതിയിലുള്ള സിവിൽ ക്രിമിനൽ നിയമങ്ങളും ഇതുപോലെ പ്രത്യേക പരിഗണന കൊടുക്കുന്ന നിയമങ്ങളും പ്രത്യേക പരിഗണന കൊടുക്കുന്ന പശ്ചാത്തലങ്ങളും നിശ്ചയമായും മാറ്റുകയും വേണം. എല്ലാവരേക്കും ഒരുപോലെ വളരാനുള്ള പിന്തുണ കൊടുക്കുന്ന സംവിധാനങ്ങളാണ് വരേണ്ടത്. അത് വരാതെ അതിനുള്ള നടപടികൾ നിർദാക്ഷിണ്യം ചെയ്യാതെ നമ്മൾ ചർച്ച നടത്തിയിട്ട് കാര്യമില്ല. ചർച്ചകൾ മാത്രം നടത്തിയിട്ട് കാര്യമില്ല. പക്ഷെ ചർച്ചകൾ നല്ലതാണ്. കാര്യം നമ്മളുടെ യഥാർത്ഥ ചിത്രം നമ്മൾക്ക് മുന്നിൽ വരച്ചു കാട്ടുന്ന ചർച്ചകളാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഹലോ സെബാസ്റ്റ്യൻ ചോദ്യം ചോദിക്കുമോ? ആരോടാണ് ചോദ്യം എന്നുള്ളത്? കാര്യം ഇത് നമ്മളിപ്പോ സംസാരിച്ച് മറ്റൊരു ചർച്ചയാകുന്നതിന് മുമ്പ് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കുമോ? ചോദ്യം ചോദിക്കാമോ? ചോദ്യമല്ല, ഈ പറഞ്ഞ ഡാറ്റകളിലൊന്നും എനിക്ക് പ്രത്യേകമായിട്ട് ചോദ്യങ്ങളില്ല, സംശയമില്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വിശദീകരിച്ചത്. ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞതാണ്. ശരി, ഓക്കെ, താങ്ക് യു. നമസ്തേ, എൻ്റെ ഒരു ബൈജു എന്നാണ്, ബൈജു കാടാമ്പുഴ. ഞാൻ അലി സാറിനോടാണ് ചോദിക്കാനുള്ളത്. നമ്മളിപ്പോ എപ്പോഴും നമ്മൾ പറയണതെന്ന് വെച്ചാൽ സനാതനധർമ്മം മഹത്തരമാണെന്ന് എന്താ പറയാ, അത് സ്വയം ചിന്തിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സനാതനധർമ്മത്തെ കുറിച്ച് പഠിപ്പിക്കാനല്ലേ നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. കാരണം നമ്മളെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഒന്ന് സ്വന്തം ധർമ്മത്തെ കുറിച്ച് അറിയാതെ വളരുന്ന ഒരു തലമുറയാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അതിനല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്. അലിസാറിന്റെ മൈക്ക് ഓണല്ല. ഞാൻ പറയുന്നത് ആദ്യം സ്വന്തം നെഞ്ചിലേക്ക് ഒന്ന് വിരലിട്ടുണ്ട്. നിങ്ങൾ മദ്രസകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ സൺഡേ സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ എന്തുണ്ടാക്കിയിട്ടുണ്ട്? നിങ്ങളുടെ അമ്പലത്തിൽ ചേർന്നിട്ട് ഒരു ഷെഡെങ്കിലും ഉണ്ടോ നിങ്ങളെ സംസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കാൻ? അപ്പൊ എന്താണ് തെറ്റ് ആദ്യമേ ഏറ്റെടുത്തിട്ട് സ്വന്തം വീടിന്റെ അടുത്ത് എവിടെയാണോ ഇച്ചിരി സ്ഥലം കിട്ടുക അവിടെ സനാതന ധർമ്മം പഠിപ്പിക്കാനുള്ള ഇടമുണ്ടാക്കുക. അതാണ് സൊല്യൂഷൻ, വേറെ ഒന്നുമില്ല. അലി അക്ബർ സാറിനോട് ചോദിക്കാനുള്ളത്, അദ്ദേഹം പറഞ്ഞു ഈ വൈശ്യ സ്വഭാവം ഉണ്ടായിരുന്നില്ലെന്ന്. ഈ ലാൻഡ് റിഫോംസ് വരുന്നവരെ നായന്മാർക്ക് വൈശ്യ സ്വഭാവം ഉണ്ടായിരുന്നു. അവര് കൃഷി ബിസിനസ്സാണ് ചെയ്തിരുന്നത്. അതിൽ നിന്ന് അവരുടെ ക്യാപിറ്റൽ എടുത്തു പോയി. അപ്പോഴാണ് അവർ ജോലിയിലേക്കൊക്കെ വരാൻ തുടങ്ങിയത്. പിന്നെ അങ്ങനെയല്ലേ ഉണ്ടായത്? അതൊരു ചോദ്യമാണ്. രണ്ടാമത് ഈ നമ്മളൊരു ഉപഭോഗ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ 90% പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത് ഹിന്ദു സമൂഹമാണ്. അത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന പാണ്ടി ലോറി ഓടിക്കുന്ന അവരുടെ മുതലാളിമാർ മുഴുവൻ ഹിന്ദു സമൂഹമാണ്. അതിൽ 50%ഓളം കൺസ്യൂം ചെയ്യുന്നത് കേരളത്തിലെ ഹിന്ദു സമൂഹമാണ്. അതിനിടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്കാണ് ഇത്. അവിടെ കൃഷിക്കാരൻ തൂങ്ങി മരിക്കുന്നു, ഇവിടെ വില കൂടിയിട്ട് ആൾക്കാർക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് നിൽക്കുന്ന വേറെ അവരല്ലേ അതിന്റെ ഈ സമ്പത്ത് മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നത്. അതിനൊരു മാറ്റം വരണ്ടേ? ഈ വൈശ്യസഭ ജന്മിമാരെ ഉണ്ടായിരുന്നു, കൃഷിക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ശരി, ആ ജന്മിമാരാരും പാടത്തിറങ്ങിയിട്ടില്ല. തൻ്റെ താഴെയുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതായിരുന്നു സിസ്റ്റം. അതൊക്കെ പിന്നെ ലാൻഡ് റിഫോംസ് വന്നതിന് ശേഷം മാറ്റങ്ങൾ ഉണ്ടായി. പക്ഷെ അപ്പോഴും ഈ പറയുന്ന ഈ അടിയാന്മാർക്ക് ഭൂമി കിട്ടിയിരുന്നില്ലേ? അത് മുസ്ലിങ്ങൾക്കായിരുന്നില്ലല്ലോ കൊടുത്തത് മൊത്തം. ഹിന്ദുക്കൾക്ക് ഭൂമി കിട്ടിയിട്ടുണ്ട്, അവിടെ പ്രൊഡക്റ്റീവ് ആയിട്ടില്ല. അപ്പൊ അടിയാന്മാർക്ക് ഭൂമി കിട്ടിയപ്പോഴും അത് പ്രൊഡക്റ്റീവ് ആവാതെ നേരത്തെ ജന്മിമാരുണ്ടായിരുന്നപ്പോൾ അല്പെങ്കിലും ഈ പാട്ടകൃഷിയെങ്കിലും നടത്തിയിട്ട് പകുതിയെങ്കിലും കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ലാൻഡ് റിഫോംസ് ഉണ്ടായിരുന്നു. ലാൻഡ് റിഫോംസിന്റെ കഥ പറയുമ്പോൾ തന്നെ നമ്മൾ EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചിന്തിച്ചാൽ മതി. ആരാണ് ഈ ഹൈന്ദവ സമൂഹത്തെ ഇല്ലാണ്ടാക്കിയെന്ന് വെച്ചാൽ ഈ ഏത് നേതൃത്വമാണ് ചിന്തിച്ചാൽ മതി. അത് അവിടേക്ക് പോട്ടെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആരും ജോലി കഴിയുന്നു, നമ്മളുടെ ട്രക്ക് ഡ്രൈവേഴ്സ് ഒക്കെ ഹിന്ദുക്കളായിരിക്കും. പക്ഷെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആര്? കേരളത്തിലെ ബിസിനസ് ശൃംഖല എടുത്തു നോക്കൂ, ജ്വല്ലറികൾ എടുത്തു നോക്കൂ, മറ്റ് കച്ചവടക്കാരെടുത്തു, അതാത് രീതിയിലെ കച്ചവടക്കാരെടുത്തു, എവിടെ എടുത്തു നോക്കുകയാണെങ്കിലും അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈ പറയുന്ന ഞങ്ങളുടെ ആൾക്കാരാണ്. വൈശ്യ സ്വഭാവം എന്ന് പറയുന്നതിൽ ഒരു പ്രത്യേകതയും ഉണ്ട്. ഞങ്ങളുടെ വൈശ്യ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകതയും ഉണ്ട്. അതായത് ഞങ്ങൾക്ക് വില കൂട്ടി പറഞ്ഞ് വിൽക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ വാങ്ങിച്ചാൽ മതി, അത് ഇല്ലീഗലായിട്ടാണെന്ന് വിൽക്കാം.
അപ്പൊ ഞങ്ങൾ ഉള്ളിൽ പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഞാൻ പറഞ്ഞ വിലയ്ക്ക് നിങ്ങൾ വാങ്ങാൻ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഏത് രീതിയിലും ബിസിനസ് ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതേ സമയത്ത് സനാതന ധർമ്മത്തിലൂടെ കച്ചവടം ചെയ്യുമ്പോൾ ആ കച്ചവടം അങ്ങനെ പ്രോസ്പെരിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഇതൊരു സ്വഭാവം, വൈശ്യ സ്വഭാവത്തിന്റെ കൂടെ കുറച്ച് എന്താണ് ഈ നമ്മുടെ തമോ ഗുണം കൂടി കൂടണം. അപ്പോഴാണ് പെട്ടെന്ന് കീഴടക്കാൻ പറ്റൂ. ഇപ്പൊ ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ ഹവാല നടക്കുന്നു. ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹാഷിഷ്, കഞ്ചാവ് ഇത്തരം ബിസിനസ്സുകൾ പിടിക്കുന്ന ആരെയാണ് ഈ പ്രതികളെ പിടിക്കുന്നത്? ഒരു ലിസ്റ്റ് എടുത്തു നോക്കൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന് ഇങ്ങനെ ഉണ്ടാക്കി കഞ്ചാവ് വിറ്റിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പണവും കൊണ്ട് വീട്ടിൽ വന്നാൽ ഉമ്മ ചീത്ത പറയില്ല, അത് എവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാണെന്ന് പറയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഹിന്ദുവിന് അത് പറ്റില്ല, കുറെയൊക്കെ ധർമ്മമായിട്ട് പോകുന്നതാണ്, മറ്റത് പക്ക കച്ചവടം. നമ്മള് നിശ്ചയിച്ച സമയത്തിനേക്കാൾ കൂടുതൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സംവിധാനത്തിൽ സമയത്തിന് ഒത്തിരി പരിമിതി ഉള്ളത് കൊണ്ട് ചർച്ച ചെയ്താൽ 1-2 മണിക്കൂർ എന്നല്ല, നേരത്തെ നമ്മുടെ SDR അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ മാസങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്താലും 1-2 ആൾക്കാർ ചോദിച്ചതുപോലെ കൃത്യമായ ഒരു സൊല്യൂഷൻ ഇതിന് പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഇത് ബോധവൽക്കരണമാണ് ഇതിന് ആവശ്യം. 2 തരത്തിലാണുള്ളത്. ഒന്ന്, ഈ ജനസംഖ്യാ വർധനവ് നിന്ന് നമ്മളെ പല ആൾക്കാരും അഭിപ്രായപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, സങ്കല്പത്തിൽ നിന്ന് പോലും വ്യത്യസ്തമായിട്ട് അഭിപ്രായം പറഞ്ഞ ശ്രീ ജോർജ് കുര്യൻ ഇപ്പോഴ് ഉണ്ടായിരിക്കുന്ന ഈ സ്ഫോടനാത്മകമായിക്കൊണ്ടിരിക്കുന്ന ജനസംഖ്യാ വർധനവിനെ കുറിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അവതരിപ്പിച്ച ശ്രീ SJR തികച്ചും സാമൂഹികമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇതിന് സൊസൈറ്റി എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ആസൂത്രിതമായിട്ട് ഇത് സംഭവിക്കുന്നത് എന്ന് അവതരിപ്പിച്ച ശ്രീ അലി അക്ബർ. പിന്നെ ഇതിൽ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ, സംശയങ്ങൾ ചോദിച്ച ആൾക്കാർ, ഇവരുടെ എല്ലാം ഉള്ളിൽ കൃത്യമായി ഇതിനെക്കുറിച്ച് ചില ബോധങ്ങളുണ്ട്. ആ ബോധങ്ങൾ ജനസാമാന്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വലിയ ഒരു ആവശ്യം. ആ ആവശ്യം എത്തിപ്പെടണം. സ്വയം ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലും. എന്ന് പറഞ്ഞതുപോലെ ജനസംഖ്യാ വർധനവിന്റെ കാര്യത്തില്, അല്ലെങ്കിൽ ജനസംഖ്യ എങ്ങനെ സൊസൈറ്റിയുടെ, രാജ്യത്തിന്റെ, എന്റെ വീടിന്റെ, എന്റെ സാമ്പത്തികാവസ്ഥയും സാമൂഹികാവസ്ഥയും രാഷ്ട്രീയ അവസ്ഥയെയും ബാധിക്കുന്നു എന്നുള്ള തോന്നൽ ഓരോ ആൾക്കാരിലും ഉണ്ടാകുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ നിയമങ്ങൾക്കപ്പുറത്തേക്ക് ഇതിനെ ഒരു പരിഹാരം കാണാനാവുന്നത്. അതിന് എല്ലാ തരത്തിലുള്ള പ്രചാരണങ്ങളും കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആ ബാധ്യതയാണ് നമ്മൾ ഇന്ന് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. ഇതിന് തുടർച്ചകൾ ഉണ്ടാവും. ആ തുടർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ശ്രീ ഡോക്ടർ ബൈജുനെ. നമസ്കാരം, ഞാൻ കേൾക്കാമല്ലോ? കേൾക്കാം. നമ്മുടെ വെബിനാർ കേരള ജനത്തിലെ ജനസംഖ്യാ വളർച്ചയും സാമൂഹിക സാമ്പത്തിക വ്യതിയാനങ്ങളും എന്ന വെബിനാർ നമ്മൾ കേരള സമൂഹത്തിൽ ഇപ്പൊ 2018 വെളിയിൽ വന്ന വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഒരു ചർച്ച വരണം എന്നുദ്ദേശിച്ച് നടത്തിയതാണ്. ആ ചർച്ച ഇത് വെബിനാറിന് ശേഷം ഇത് പലരും കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്ക് വഴി ലൈവ് പോയിട്ടുണ്ട്. നാളെ അത് യൂട്യൂബിൽ അപ്ലോഡ് ആവും, അത് പലരും കാണും, ചർച്ചയാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മതത്തെ അല്ല കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവനവന്റെ കഴിവുകേടാണ് ഈ ജനസംഖ്യ കുറയാൻ കാരണം, അല്ലെങ്കിൽ കഴിവില്ലായ്മയാണ് ജനസംഖ്യ കുറയാൻ കാരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജാതകം കാരണം 38ാമത്തെ വയസ്സിൽ സ്ത്രീകളെ കല്യാണം കഴിച്ചു വിട്ടാൽ എത്ര കുട്ടികൾ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അന്ന് 38ാം വയസ്സിൽ സ്ത്രീ വിവാഹം കഴിക്കുമ്പോൾ ആ പുരുഷന് 43-44 വയസ്സാണ്. അയാളുടെ ലൈംഗിക ശേഷി അല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷി, അല്ലെങ്കിൽ സ്ത്രീയുടെ പ്രത്യുൽപാദന ശേഷി എന്തുമാത്രം ഉണ്ട് എന്ന് കേരളത്തിലെ സമൂഹം ചിന്തിക്കണം. നമ്മൾ ഒരാളെ കുറ്റം ഞാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം അത് ശരിയല്ല. ഒരാളുടെ കഴിവില്ലായ്മ മറ്റൊരാളുടെ മണ്ടയ്ക്ക് ചാരേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ SR കുമാരി സൂചിപ്പിച്ചുള്ള മരണത്തിന് പ്രധാന കാരണം അസുഖങ്ങൾ തുടങ്ങുമ്പോഴേ കൊണ്ടുപോയി ചികിത്സിക്കാതിരിക്കുന്നതാണ്. കാര്യം അസുഖം റൂട്ടീൻ ചെക്കപ്പുകൾ നടത്തത്തില്ല. മൂർധന്യം ആവുമ്പോഴാണ് ആശുപത്രിയിലോട്ട് ഓടുന്നത്. മറ്റുള്ളവർ സാമ്പത്തിക സ്ഥിതി ഉണ്ടായതുകൊണ്ട് അവർ തുടക്കത്തിലെ സംശയമുള്ളത് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുന്ന കാരണം നേരത്തെ കണ്ടുപിടിക്കുന്നു. ഹാർട്ട് അറ്റാക്കിന്റെ ഇഷ്യൂ പറഞ്ഞു, ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവര് ഒന്നെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് നോക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാം, എല്ലാവരും യോഗ പ്രൊമോട്ട് ചെയ്തു.
കേരളത്തിലെ ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ മുസ്ലിം സമുദായം, ക്രിസ്ത്യൻ സമുദായം ആണ് ഏറ്റവും കൂടുതൽ ഹിന്ദു സമുദായത്തെക്കാൾ കൂടുതൽ യോഗ ഇപ്പോൾ പ്രാവർത്തികമാക്കിയത്. നല്ലത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ വില്ലിങ് ആണ്. ഹിന്ദു സമൂഹം നാക്കുകൂടെ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, പ്രായോഗികമായി അതൊന്നും കൊണ്ടുവരാറില്ല. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ തുടക്കത്തിൽ നന്ദി പറയുന്നു. ഓഡിയൻസ് ആണ് ഒരു പ്രോഗ്രാമിന്റെ സക്സസ്. നമുക്ക് ഫേസ്ബുക്കിൽ ഏകദേശം 150-200 ആൾക്കാർ അത് ലൈവ് കണ്ടു. പിന്നെ ഇന്നത്തെ പ്രോഗ്രാമിൽ ആദ്യമേ ഡാറ്റ അവതരിപ്പിച്ച SDR കുമാർജി, അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ചർച്ചയിൽ പങ്കെടുത്ത മൈനോറിറ്റി കമ്മീഷൻ മുൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അവകൾ, പ്രശസ്ത സിനിമാ സംവിധായകൻ അലി അക്ബർജി, ഇന്നത്തെ മോഡറേറ്ററായിട്ടുള്ള കാവലൻ ശശികുമാർ ജി, പിന്നെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ഓഡിയൻസിനും ഇന്ത്യ ഇൻ ദ ഫ്യൂച്ചറിന്റെ പേരിലും സപ്രയ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. ഇനിയും ഇങ്ങനെയുള്ള വെബിനാറുകൾ ഒക്കെ ഒരു ഗുണമുണ്ടായെന്ന് പറഞ്ഞാൽ ലോക്ക്ഡൌൺ കൊണ്ട് വെബിനാറുകൾ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ ചെയ്യാൻ നിൽക്കും എന്നുള്ളതാണ് കാര്യം. നമ്മൾ റൂമിനകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ വെളിയിൽ എല്ലാവർക്കും കേൾക്കുന്ന രീതിയിൽ ചർച്ച ചെയ്യും. ഇതൊരു നാളെ കേരളത്തിൽ ഒരു ചർച്ചയായി തീരട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി.